അങ്ങനെ ആ വന്ന സന്ദർഭത്തിൽ ഒരിക്കൽ അബ്ബാസിനെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പം അബ്ബാസ് വീട്ടിലില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. അപ്പോൾ അദ്ദേഹം മക്കയുടെ പരിസരത്ത് കഅബയുടെ പരിസരത്ത് ഉണ്ടാവുമെന്ന് ആളുകൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കഅബയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ അദ്ദേഹത്തെ കാണുകയാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. അപ്പം അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവരെങ്ങനെ ഒന്നിച്ചവിടെ സംസാരിച്ചിരിക്കുമ്പം ആ കഅബയുടെ പരിസരത്ത് മൂന്നാളുകളെ പ്രത്യേക രൂപത്തിൽ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കണം, ആരാണ് ഈ മൂന്നാളുകൾ? അല്ലേ, മുന്നിലൊരു പുരുഷനുണ്ട്, അതിൻ്റെ അടുത്തൊരു സ്ത്രീയുണ്ട്, ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പം പറഞ്ഞു, ആ മുന്നിൽ നിൽക്കുന്ന ആള് എൻ്റെ ഒരു സഹോദരൻ മരിച്ച അബ്ദുള്ള ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദാണ്. എൻ്റെ ഒരു സഹോദരൻ മരിച്ച അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് ഖദീജ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ആ കുട്ടി ഉണ്ടല്ലോ, അതും എൻ്റെ മറ്റൊരു സഹോദരൻ അബൂ ത്വാലിബ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ അലിയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇവർ മൂന്നാളും പുതിയൊരു ക്യാമ്പയിനായിട്ട് വന്നിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ഉണ്ടായതാണ് 1450 വർഷം മുമ്പ് കഅബയുടെ പരിസരത്ത് നടന്നൊരു ചർച്ചയാണത്. ഈ മൂന്നാൾക്കാരുണ്ടല്ലോ, ഇവർ പുതിയൊരു ക്യാമ്പയിനായിട്ട് വന്നതാണ്. നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കൾ അല്ലേ, ലാത്ത മനാത്ത, അങ്ങനെ കുറെ വിഗ്രഹങ്ങളെയാണ് അവർ ആരാധിച്ചു കൊണ്ടിരുന്നത്. അവർക്ക് അല്ലാഹുവിനെ അറിയാം അല്ലേ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് അല്ലാഹുവാണ്, മഴ പെയ്യിക്കുന്നത് അല്ലാഹുവാണ് അല്ലേ, റബ്ബ് അല്ലാഹുവാണെന്ന് അവർക്കറിയാം. പക്ഷേ അവർ ആരാധനയിൽ ഉലൂഹിയത്തിന്റെ, അവർ ഉബൂദിയത്തിന്റെ കാര്യം വരുമ്പം അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന കാര്യം വരുമ്പം അവരതിൽ പങ്കു ചേർക്കും. അതാണ് അവരുടെ കുഴപ്പം. അള്ളാഹുവിനെ അവർക്കറിയാം, പ്രപഞ്ചം സൃഷ്ടിച്ചത്, മഴ പെയ്യിക്കുന്നത്, മരിപ്പിക്കുന്നത് ഇതൊക്കെ അള്ളാഹുവാണെന്ന് അവർക്കറിയാം. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ ലാത്തനെയും അനാത്തനെയുമാണ് ആരാധിച്ചിരുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ ആരാധ്യ വസ്തുക്കളെ മുഴുവൻ നിഷേധിച്ച് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള പുതിയൊരു ക്യാമ്പയിനുമായിട്ട് വന്ന ആളുകളാണ് ഈ മൂന്നാളുകൾ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വല്ലാഹി വല്ലാഹി ഇന്ന് ഈ ഭൂമുഖത്ത് ഒരു മൂന്നാളും മാത്രമേ ഉള്ളൂ, ഒരാളെ പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. സഹോദരങ്ങളെ, ആ മൂന്നാളിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. 2025 ഞാനിവിടെ പ്രസംഗിക്കുമ്പം മുസ്ലിം ജനസംഖ്യ 200 കോടിയിലേക്ക് അടുക്കാൻ പോവുകയാണ്. 200 കോടിയിലേക്ക് അടുക്കാൻ പോവാണ്. മൂന്നാളിൽ നിന്ന് തുടങ്ങി 200 കോടിയിലേക്ക് എത്തണമെങ്കിൽ അതെങ്ങനെയാണ് സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തിനെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ കാണാതെ കേൾക്കാതെ ഒരാൾക്ക് എങ്ങനെയാണ് സ്വന്തം പിതാവിനെക്കാളും സ്വന്തം മാതാവിനെക്കാളും സ്വന്തം മക്കളെക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഈമാൻ, അതാണ് വിശ്വാസം. അങ്ങനെ നമുക്ക് ഈ പ്രവാചകനെ കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ പ്രവാചകനെ നമ്മൾ പ്രവാചകനായി അംഗീകരിക്കുന്നത് കൊണ്ടാണ് അല്ലേ, റോൾ മോഡലായി അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു 23 വർഷം കൊണ്ടാണ് പ്രവാചകൻ അവരെ മാറ്റിയെടുത്തത്. സഹോദരങ്ങളെ, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ജാഹിലിയത്തിൽ സ്വന്തം മകളെ കുഴിച്ചിടാണ്. പെൺകുട്ടി പിറന്നാൽ അത് അപമാനമാണെന്ന് വിശ്വസിച്ച ജനത അല്ലേ. എന്നിട്ട് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടാ. ഉമർലാവിന് പറയുന്നുണ്ട് അല്ലേ, സ്വന്തം മകള് കുഴിച്ചുമൂടാൻ വേണ്ടി ഉമർലാവിന് ഇങ്ങനെ കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഴി കുത്തുമ്പോൾ ആ തെറിക്കുന്ന മണ്ണുണ്ടല്ലോ, അത് താടിയിലേക്ക് ഇങ്ങനെ ആവുമ്പോൾ ആ മോളത് തട്ടിക്കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം മകളെ കുഴിച്ചിടാല്ല കുഴി കുത്തുമ്പോൾ ആ കുഴിയിൽ നിന്ന് തെറിക്കുന്ന മണ്ണുണ്ടല്ലോ, അതിങ്ങനെ തട്ടിക്കൊടുക്കുന്ന ഒരു മകളെ ആ കുഴിയിൽ വെച്ച് പോകുന്ന മനുഷ്യനാണ് ആര്? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു. എന്തിനു വേണ്ടി? നാളെ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ പറയും, ഓന് നാണക്കേടാണ്, ഓന് ധൈര്യമില്ലാത്തവനാണ് എന്ന് ജനങ്ങൾ പറയുമെന്ന് പേടിച്ചിട്ട് സഹോദരങ്ങളെ ആ ഉമറിനെ മാറ്റി അല്ലേ. ഉമർലാവിന് കുത്തേറ്റ് കിടക്കുകയാണ്, ഉമർലാവിന് സുബഹിസ്കാരത്തില് കുത്തുകൊണ്ട് കിടക്കുകയാണ്. അന്ന് വലിയ ആസ്പത്രി ഇല്ല അല്ലേ, വലിയ ചികിത്സാ സംവിധാനങ്ങളില്ല. വൈദ്യന്മാരെ വരുത്തും അല്ലേ, വൈദ്യം വന്നു, ഉമർലാവിന് കുടിക്കാൻ വെള്ളം കൊടുത്തു എന്നാണ്. കുടിക്കാൻ വെള്ളം കൊടുത്തു, ഉമർലാവിന് വെള്ളം കുടിച്ചു. കുടിച്ച വെള്ളം മുഴുവൻ വയറ്റിലെ മുറിവിലൂടെ പുറത്തേക്ക് വന്നു. കുടിച്ച വെള്ളം വയറ്റിലെ മുറിവിലൂടെ പുറത്തേക്ക് വരികയാണ്. വൈദ്യം പറഞ്ഞെന്ത്? ചികിത്സ അല്ല, കാരണം കുടല് പൊട്ടിയിട്ടുണ്ട്, ചികിത്സ അല്ല എന്ന് പറഞ്ഞു. മരണം ഉറപ്പാണെന്ന് പറഞ്ഞു. ഉമർലാവിന് ഇങ്ങനെ ആളുകളെ വിളിപ്പിക്കുകയാണ്, വസിയത്തിന് മക്കളെ വിളിപ്പിക്കുന്നു അല്ലേ, ഓരോരുത്തരെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ ഉമർലാവിന്റെ തല നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ്, ഭൂമിയിലാ കിടക്കണത്. അപ്പൊ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വന്നിട്ട് പറഞ്ഞു, വാപ്പ ആ തലന്റെ മടിക്കൊന്ന് വെച്ചാളി. വേണ്ട മോനെ എന്നാണ്. ആ ഉമറിന്റെ തല മണ്ണിൽ തന്നെ കിടക്കട്ടെ എന്നാണ്. ഉമറിന്റെ തല മണ്ണിൽ തന്നെ കിടക്കട്ടെ എന്ന് മുലാനി കരയാണ്. എന്തിനാണ് വാപ്പ കരയാണ്? ഉമറും ഫിൽ ജന്ന, ഞാൻ കേട്ടതാണ്.
അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ഞാൻ കേട്ടതാണ് വാപ്പ, അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ് ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണെന്ന്. എന്തിനാ വാപ്പ നിങ്ങൾ കരയണത്? എന്തിനാ വാപ്പ നിങ്ങൾ കരയണത്? മുള്ളാൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് പറയുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷേ ഉമർ സ്വർഗത്തിലായിരിക്കും. അല്ലേ? അത് നബി മരിച്ചിട്ട് എത്ര കാലായി അല്ലേ? ആ പറഞ്ഞ സന്ദർഭത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഉമർ ഒരുപാട് അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഉമർ വലിയ ഭരണാധികാരിയായിട്ടുണ്ട്. ഉമർ കുറെ അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വീഴ്ച വന്നിട്ടുണ്ടോ എന്നറിയില്ല മോനെ, അതുകൊണ്ട് ഉമറിന് പേടിയാണ്. സഹോദരങ്ങളെ, അങ്ങനത്തെ ഉമറിനെ സൃഷ്ടിക്കാൻ അല്ലേ, അങ്ങനത്തെ ഉമറിനെ സൃഷ്ടിക്കാൻ അല്ലേ, വലിയ ഒരു ഇസ്ലാമിക രാജ്യത്തിൽ ഒരു എന്താണ് ഒരു മിണ്ടാപ്രാണി വിശന്ന് പട്ടിണി കിടന്നാൽ അതിന് ഉമർ ചോദ്യം ചെയ്യപ്പെടും എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ഉമറിനെ ഉയർത്തിയ ഒരു സംസ്കാരമുണ്ട്, ഒരു നാഗരികതയുണ്ട്. അത് 23 വർഷം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവരെ പഠിപ്പിച്ചതാണ്. ആലോചിച്ച് നോക്കി, അങ്ങനെ അമവിയ കാലഘട്ടം ഹിജ്റ 136 ആവുമ്പോഴും, ഹിജ്റ 136 നിങ്ങൾ അടിച്ചു നോക്കി, ഗൂഗിളിൽ അടിച്ചു നോക്കി, ഹിജ്റ 136 ക്രിസ്താബ്ദം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേൾഡ് മാപ്പ് എടുത്തു നോക്കി. എന്താണ് സംഭവിച്ചത്? ലോകത്തിന്റെ 2 ഭാഗത്തുള്ള വലിയ ശക്തികൾ, റോമനും പേർഷ്യയും, ലോകത്തിൽ അറിയപ്പെടുന്ന സൈനിക ശക്തികൾ, അവർക്കില്ലാത്ത സൈന്യങ്ങളില്ല അല്ലേ? ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ആണ് അവരുടെ ഭൂമി കിടക്കുന്നത്. വലിയ വലിയ സൈന്യങ്ങൾ. ആ 2 വലിയ സാമ്രാജ്യങ്ങളെ ഹിജ്റ 136 ആകുമ്പോഴേക്കും ഈ സൈന്യമില്ലാത്ത ഒരാൾക്കൂട്ടം, സ്വന്തമായി സൈന്യമില്ല അല്ലേ, യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പോകാൻ റെഡിയാണ്. അങ്ങനത്തെ ഒരാൾക്കൂട്ടം ഈ 2 വലിയ നാഗരികതയും കീഴ്പ്പെടുത്തി ലോകത്തെ അടക്കി വേണമെന്ന് പറയുമ്പോൾ അത് സഹോദരങ്ങളെ ആയുധത്തിന്റെ മൂർച്ചയല്ല, അത് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ മൂർച്ചയാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സഹോദരങ്ങളെ, വല്ലാത്തൊരു വാക്കാണ്. ഈ മാറ്റം എന്തുകൊണ്ടുണ്ടായി? ഈ മാറ്റം എന്തുകൊണ്ടുണ്ടായി? 23 വർഷം കൊണ്ട് ലോകത്ത് പുതിയ ഒരു നാഗരികതയെ സൃഷ്ടിച്ച ഈ വലിയ മാറ്റത്തിന്റെ കാരണം എന്താണ്? അതാണ് ഖുർആൻ സൂറത്തു ജുമയുടെ 2-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അവനാണ് ഉമ്മിയായ നിരക്ഷരായ നിങ്ങളിൽ നിന്നൊരു പ്രവാചകനെ തെരഞ്ഞെടുത്തത്. അവരിൽ നിന്ന് നിരക്ഷരനായ ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്തു. എന്നിട്ടോ ആ പ്രവാചകൻ അവർക്ക് വേദഗ്രന്ഥം എന്താണ്? റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി, അവരെ ആയത്തുകൾ ഓതി പഠിപ്പിച്ചു എന്നാണ്. വയുഅല്ലിമുഹുൽ കിതാബ, ഓരോ വാക്കുകൾ നോക്കി, കിതാബ് ഇങ്ങനെ ഓതിക്കൊടുത്തക്കല്ല, വയുഅല്ലിം തഅലീം നടത്തിനാണ്, പഠിപ്പിച്ചു എന്ന് പറയാം. അപ്പൊ ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് വരുമ്പം അബ്ദുറഹ്മാൻ സാഹിബിന്റെ വീട്ടിൽ ചെന്നത്. അപ്പൊ അദ്ദേഹം തന്റെ വാപ്പയെ കുറിച്ച് പറഞ്ഞെന്തറിയോ? വാപ്പ ഞങ്ങളെല്ലാരും പിടിച്ചിരുത്തിയിട്ട് 2 കൊല്ലം കൊണ്ട് ഖുർആൻ മുഴുവൻ പഠിപ്പിച്ചു എന്നാണ്. വീട്ടില് മക്കളെ പഠിപ്പിച്ചു എന്ന്, ഖുർആൻ മുഴുവനും. ആദ്യം ഉണ്ടാക്കിയത് ഇവിടെ മദ്രസയാണ് സഹോദരങ്ങളെ. അതാണ് ഈ മാറ്റത്തിന്റെ കാരണം. ഈ വലിയൊരു സംസ്കാരത്തെ ഇവിടെ അള്ളാഹു ഇൻസ്റ്റാൾ ചെയ്തത് എങ്ങനെയെന്നുള്ള ആ മോഡലാണ് പഠിപ്പിച്ചത്, എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇമാം മാലിക് പറഞ്ഞത്, പൂർവികരെ ഏതൊന്നുകൊണ്ടാണോ പൂർവികർ മാറിയത് അതുകൊണ്ട് പിൻകാലക്കാർക്ക് മാറാൻ പറ്റുള്ളൂ. അത് വിശുദ്ധ ഖുർആനാകുന്ന വഹിയാണ്, അതിന്റെ പൂർത്തീകരണമായ സഹിയായ ഹദീസാണ്. സഹോദരങ്ങളെ, അത് മാറിയിട്ട് ഒരു മാറ്റം സാധ്യമല്ല. അതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ മനസ്സിനെ സംവിധാനിച്ച ആ അള്ളാഹുവിന്റെ ഗൈഡൻസ് ആണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അങ്ങനെയാണ് ആ മാറ്റം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്കും ആ മാറ്റം ഉണ്ടാകണം സഹോദരങ്ങളെ. നമ്മൾ എത്ര ഖുർആൻ പഠിച്ചു? ഇത് സീരിയസ് ആയ ഒരു ക്വസ്റ്റ്യൻ. എന്താണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ? അള്ളാഹുവിന്റെ കലാമാണ്. 23 വർഷത്തെ പ്രവാചകന്റെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അല്ലേ അള്ളാഹു അവതരിപ്പിച്ച അള്ളാഹുവിന്റെ വഹിയാണ് വിശുദ്ധ ഖുർആൻ, കലാമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റി നിർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ആ നബിയെ നമ്മൾ അറിയണം, ആ നബിയെ നമ്മൾ പഠിക്കണം അല്ലേ. ഇത് റമദാൻ വലിയൊരു അവസരമാണ്, അള്ളാഹുവിലേക്കുള്ളൊരു യാത്രയാണ് സഹോദരങ്ങളെ. അതിന്റെ നല്ലൊരു സാമ്പിളാണ് ഈ റമദാൻ. അതിന് നമ്മൾ തയ്യാറെടുക്കണം അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഹിമാലയത്തേക്ക് പോലും ചോദിച്ചു, ഈ വെക്കേഷനിൽ നിന്ന് ഹിമാലയത്തിൽ പോയാലോ? ഇങ്ങനെ ഓടി നടന്ന് പൈസ ഉണ്ടാക്കിയല്ലേ, എൻജോയ് ചെയ്യും, ലൈഫ് എൻജോയ് ചെയ്യാം. ഹിമാലയത്തേക്ക് നമുക്ക് ഇപ്രാവശ്യം വെക്കേഷനിൽ ടൂറ് പോകുക എന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ പോരെ, ഇപ്പൊ തന്നെ വേണോ ചോദിച്ചാൽ? കാരണം അത് ഇനി സമയമുണ്ടല്ലോ, വെക്കേഷനിലല്ലേ. നോമ്പ് കഴിഞ്ഞിട്ട് തീരുമാനിച്ചു വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, അല്ല ഇപ്പൊ തീരുമാനിക്കണം. എന്താ കാരണം ചോദിച്ചു. ഇപ്പൊ ടിക്കറ്റ് എടുത്താലാണ് ചാർജ് കുറയാ, അപ്പൊ ടിക്കറ്റ് എടുത്താൽ നല്ല ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. സഹോദരങ്ങളെ, ഒരു വെക്കേഷൻ ഹിമാലയത്തിൽ പോയി ആ കാഴ്ചകൾ കാണുമ്പോൾ ഒരു സന്തോഷം,
അല്ലേ? ഒരു ദുന്യവിയായ സന്തോഷമാണത്. അത് ഹറാമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആലോചിച്ച് നോക്കി, ഒരു വെക്കേഷനിൽ ഒരാഴ്ച ഹിമാലയത്തിൽ പോയി സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ എത്രയോ മുമ്പ് തയ്യാറെടുക്കുകയാണ്. ടിക്കറ്റ് എപ്പോഴാ കുറവുള്ളത് നോക്കുകയാണ്, യാത്ര പ്ലാൻ ചെയ്യാണ്. സഹോദരങ്ങളെ, വലിയൊരു യാത്ര ഉണ്ട്, ഒടുക്കലും അവസാനിക്കാത്ത ആസ്വാദനങ്ങളുണ്ട്. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. ഏത് ടൂറും പോവാ സഹോദരങ്ങളെ. പക്ഷെ ടൂറിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്താ അറിയോ? ടൂറിന്റെ ഒരു അവസാന ദിവസം ഉണ്ട്, അന്ന് വല്ലാത്ത വിഷമായിരിക്കും. ടൂർ കഴിയണ ദിവസം ഭയങ്കര സങ്കടമായിരിക്കും. ടൂറിന്റെ ഒരു തിരിച്ചുപോക്കുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ടൂർ പോയാൽ, അല്ലേ, 3-4 ചെറിയ മക്കളായിട്ട് ടൂർ പോയാൽ ആ വരുന്ന രാത്രി കുട്ടികളെ ഛർദ്ദിക്കലും പള്ളിയിലെത്താലും നൊളോച്ചിലും കൂടി ആകുമ്പോൾ ടൂർ തന്നെ പോകണ്ടില്ലെന്ന് തോന്നും, അല്ലേ? ടൂർ തന്നെ ചെറിയ കുട്ടികളായിട്ട് പോയവർക്കറിയാം, അല്ലേ? നമ്മൾ നല്ല ടൂറൊക്കെ ചെന്ന് പെണ്ണുങ്ങൾ അറിയുന്നത്, നിങ്ങൾ കുറച്ച് കഞ്ഞിട്ടോ പോയി നോക്കി, എവിടെ കൊടൈക്കനാലിൽ പോയി കഞ്ഞി തരിക. അതിനിപ്പോൾ കൊടൈക്കനാലിൽ പോകണം, അതിന് പെരി കുത്തിരുന്നാൽ പോരെ, അല്ലേ? നിങ്ങൾ പഴം പുഴിഞ്ഞ് കിട്ടുമോ നോക്കി, എവിടെ നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ പോയി പഴം പുഴിഞ്ഞ് തരിക. ഇതാണ് നമ്മളെ ടൂറിന്. ഞാൻ പറഞ്ഞു ദുന്യാവിന്റെ കാരണം എന്താ? പെണ്ണുങ്ങൾക്ക് സന്തോഷമില്ല. പെണ്ണുങ്ങൾക്ക് എന്താ സന്തോഷമില്ലാത്ത? കുട്ടി തിന്നായിട്ട്, അല്ലേ? കുട്ടി തിന്നായിട്ട് ഓക്ക് സന്തോഷമില്ല. ഇനി കുട്ടി തിന്നണമെങ്കിൽ നമ്മൾ കഞ്ഞി തിരഞ്ഞെടുക്കണം. കൊടൈക്കനാല് കഞ്ഞി തിരഞ്ഞെടുക്കുന്ന എന്താ സ്ഥിതി? നമ്മളെ നാട്ടിൽ നമുക്ക് ഇവിടെ കഞ്ഞിട്ട് നമുക്കറിയാം. അപ്പൊ അതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു ദുന്യാവിന്റെ ടൂറിന്റെ അവസ്ഥയാണിത്. എന്നിട്ട് ആ ടൂറിന് ഇത്ര നേരത്തെ പ്ലാൻ ചെയ്യുന്നില്ല സഹോദരങ്ങളെ. ഇതിന്റെ അപ്പുറത്ത് വലിയൊരു ലക്ഷ്യമുണ്ട്, വലിയൊരു ജീവിതമുണ്ട്, അല്ലേ? അവിടെ ബ്ലഡ് റിപ്പോർട്ട് വരാല്ല. ഇപ്പൊ ചില ആൾക്കാർ കാണിക്കാൻ വരുമ്പോൾ മുട്ടുവേദന കാണിച്ച് പോകാൻ നേരത്ത് ആ തുണിസാപ്പിന്റെ കീസിൽ നിന്ന് ഒരു സാധനം എടുക്കും. ഇപ്പൊ പുതിയൊരു പരിപാടി, 500 രൂപേന്റെ ചെക്കപ്പ്. 500 രൂപേന്റെ ചെക്കപ്പ് ഉണ്ട് എല്ലാ ലാബിലും. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് ഇത് ഓല് പറഞ്ഞിട്ടുണ്ടാവും കുഴപ്പമില്ല, എന്നാലും ഒരു ധൈര്യം വേണ്ട. ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ മുട്ടുവേദന കാണിച്ച് പൈസ തന്നിട്ട് ഡോക്ടർ ഇതൊന്നും പറഞ്ഞിട്ടിക്കണേ. എന്നിട്ട് നമ്മളെ റിപ്പോർട്ട് നമ്മൾ ഇത്ര കാലം നോക്കിയിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മളിങ്ങനെ സ്പീഡ് ശരിക്കും നോക്കി അങ്ങനെ മറിച്ചുപെടില്ല. എന്നിട്ട് നമ്മളെ കൊണ്ട് ശരിക്കും നോക്കിച്ചാണ്. എന്നിട്ട് അതിന്റെ അവസാനത്തെ പേജിൽ ഒരു ECG ഉണ്ടാവും, ഒട്ടിച്ചുണ്ടാവും. അപ്പൊ നമ്മൾ ECG നോക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഓർത്തോന്റെ അടുത്ത്. എന്നിട്ട് ഇമ്മ അറിയാം ECG ഒക്കെ ഒന്ന് ശരിക്കും നോക്കിക്കാൻ. എന്താ ബേജാറാണ്, ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗത്തിൽ അങ്ങനെ ഒരു ലാബ് പോകാനില്ല, ഒരു റിപ്പോർട്ട് വരാനില്ല, ബേജാറില്ല. എത്ര നല്ലൊരു ലോകം, ഒരു ഇടങ്ങേറില്ലാത്ത. നാളെ തിരിച്ചു പോകണമെന്ന് വിചാരിക്കണ്ട, ഏത് ടൂറിലും തിരിച്ചു പോകണം. മാത്രമല്ല, ഒരു ടൂർ ചെന്നിട്ട് നിങ്ങൾ സ്ഥലത്ത് ഇറങ്ങിയേക്ക്, ഒരു സ്ഥലത്ത് ചെന്ന് ടൂറിനിടെ ഇറങ്ങിയിട്ട് നല്ല പള്ളിയിലെടുത്തായാലേ മാണ്ടില്ലേനും തോന്നും. അത്രയുള്ളൂ മനുഷ്യന്റെ ഈ ഭൗതിക ലോകത്തെ സന്തോഷങ്ങൾക്കൊക്കെ പരിമിതി ഉണ്ട്. നമ്മൾ ആസ്വാദനങ്ങൾ എന്ന് പറയുന്ന, അല്ലേ? കഴിഞ്ഞ MDM അടിച്ച ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുക. അപ്പൊ ഞാൻ കഴിച്ച പഠിച്ചോ, MDM അടിച്ചിരുന്ന ആത്മഹത്യയാണ്. MDM അടിക്കണത് എന്തിനാ? സന്തോഷം കിട്ടാനല്ലേ. MDM എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന സാധനം. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് സന്തോഷം ഉണ്ടാക്കണം. എന്താ വെച്ചാൽ നമ്മളെ തലച്ചോറിൽ ഡോപ്പമിൻ, സിറോട്ടോണിൻ, ഓക്സിറ്റോസിൻ എന്നൊക്കെ പറഞ്ഞ ചെറിയ കെമിക്കൽസ് വരുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുക. സാധാരണ എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകുക, ഒരു നോർമൽ മലപ്പുറത്തുകാരന് സന്തോഷം ഉണ്ടാകുക, ഒരു പന്തല് കാണുമ്പോൾ ഒരു ഗോൾ അടിച്ചാൽ സന്തോഷം ഉണ്ടാവും. അപ്പോൾ 2 ഡോപ്പമിൻ വരും, അല്ലേ? നല്ലൊരു മന്തി, അവിടെ നല്ലൊരു മന്തി ഉണ്ടായിരുന്നു, അത് പോയി തിന്നുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. നമ്മളെ കുട്ടി നന്നായിട്ടൊരു ഖുർആൻ ഓതി ചെറിയ പാട്ടൊക്കെ പാടി, അല്ലേ, സ്റ്റേജിൽ കയറി നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അതൊരു സന്തോഷമാണ്. അതിന് 3-4 ഡോപ്പമിൻ ഉണ്ടായാൽ മതി. പക്ഷെ MDM അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? MDM അടിക്കുമ്പോൾ ഡോപ്പമിന്റെ മഴ പെയ്യാണ്. എന്താ മഴ പെയ്താനുള്ള കുഴപ്പം? വെള്ളപ്പൊക്കം വന്നാൽ പിന്നെ വരൾച്ച വരും. മഴ കൂടുതൽ പെയ്താൽ പിന്നെ ഡോപ്പമിൻ ഇറങ്ങാണ്ടാവില്ല, പിന്നെ ഒരു ബിരിയാണിക്ക് സന്തോഷം ഉണ്ടാവില്ല, അല്ലേ? ഒരു റീൽസ് വന്നു, അല്ലേ? നമ്മള് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ മൂപ്പരനോട് പറയണേ, ഞാൻ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇടും FB-യിൽ. FB പറഞ്ഞാൽ ഫേസ്ബുക്ക്. കുട്ടിയൊക്കെ ഇപ്പോൾ ഇൻസ്റ്റൻ്റെ കാലമാണ്, ഞങ്ങളെ ജനറേഷനിലാണ് ഈ ഫേസ്ബുക്ക് പറയുന്ന സാധനം. FB-യിൽ ഒരു പോസ്റ്റ് ഇടും, 1 മണിക്കൂർ കൊണ്ട് എനിക്കൊരു 1000 ലൈക്ക് കിട്ടണം, ഞാൻ കാണിച്ചു തരാം. 1 മണിക്കൂർ കൊണ്ട് മൂപ്പർക്ക് 1000 ലൈക്ക് കിട്ടണം, കാണിച്ചു തരും. അപ്പം ഇങ്ങനെ ഓരോ 10 ഇഞ്ച് കൂടുമ്പോൾ നോക്കുകയാണ്, ആകണില്ലേ, 100ആയി, 800ആയി, 1200 ലൈക്കായി, വിചാരിച്ചിൻ്റെ അപ്പുറത്തേക്ക്. അപ്പം എന്താ സഹോദരൻ, ഇതിൻ്റെ ഫോർമുല അറിയങ്ങൾ? എല്ലാവരും നമ്മൾ ലൈക്ക് അടിച്ചു കൊടുക്കണം. മൂപ്പര് ഇടക്കിടക്കുള്ള പണി എന്താ അറിയോ? ഇതിങ്ങനെ തുറക്കുക, ലൈക്ക് അടിച്ചു കൊടുക്കുക. എന്താന്നും കൂടി നോക്കണില്ല, അങ്ങനെ ലൈക്ക് അടിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ ലൈക്ക് അടിച്ചാൽ നമ്മൾക്ക് ലൈക്ക് കിട്ടും, അല്ലേ? ഒരാളെ പരിചയപ്പെട്ടു, വലിയ വിദേശ രാഷ്ട്രത്തിൽ നിന്ന് പരിചയപ്പെട്ട ഒരാൾ വലിയൊരു ബൈക്ക് വെച്ച് വന്നു. അപ്പോൾ നമ്മളെ നാട്ടിൽ ഈ വലിയതൊക്കെ ആണ് പുളിച്ചിയൊക്കെ എന്നാ പറയാം. ഞങ്ങൾ ഇവിടെ അരികോട്ട് എന്താ പറയാറില്ല, മഞ്ചേരിയൊക്കെ പുളിച്ചിയൊക്കെ എന്നാ പറയാം. 18 ലക്ഷത്തിൻ്റെ എന്തോ വലിയ ബൈക്കാണ് അത്ര. അപ്പോൾ എനിക്ക് മനസ്സിലായത് സംഭവം വലിയ ബൈക്കാണ്. അപ്പോൾ ഞാനോട് ചോദിച്ചോ ഒന്നും കൂടി മേലെ കയറും. അപ്പോൾ ഞാൻ ചോദിച്ചില്ല, ഞാൻ ബൈക്ക് തന്നെ കാണാത്ത മരുന്ന്. അപ്പോൾ പരിചയപ്പെട്ട് ചോദിച്ചപ്പോൾ മൂപ്പരോട് ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ടോന്ന് ആദ്യം ചോദിച്ചത്. സാധാരണ ഒരു മനുഷ്യൻ്റെ പേര്, നിങ്ങളെ പേരോടെ മഞ്ചേരി എഴുതി വാർത്ത ആ പള്ളിൻ്റെ അവിടെ, സ്കൂളിൻ്റെ അവിടെ, നമ്മളോട് അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചാൽ ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ടോ?
ഇൻസ്റ്റയിൽ അക്കൗണ്ട്, സത്യത്തിൽ ഇൻസ്റ്റയിൽ അക്കൗണ്ടിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. അക്കൗണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മൂപ്പര് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അക്കൗണ്ട്, ഓ നല്ല വ്യൂവേഴ്സ് ഉണ്ടല്ലോ, നല്ല ലൈക്ക് ഉണ്ടല്ലോ, നല്ല ഷെയർ ഉണ്ടല്ലോ, നല്ല ആളാണല്ലോ. അപ്പം അതാണ് നല്ല ആൾ പറഞ്ഞാൽ. നമുക്ക് നല്ല അക്കൗണ്ടിൽ വ്യൂവേഴ്സ് ഉണ്ട്, നമുക്ക് ഷെയർസ് ഉണ്ട്, ലൈക്ക് ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരാണ് നല്ല ആൾ. ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കഴിച്ചാൽ ഇപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ബിരിയാണി വന്ന് ഒരു സാധനം ഓർഡർ ചെയ്താൽ അത് എത്തുമ്പോഴത്തിന് തീർന്നുണ്ടാവും, അടുത്ത് വരുമ്പോഴത്തിന് ഇത് തീർന്നുണ്ടാവും. അങ്ങനെ പണ്ടൊക്കെ ഹോട്ടലിൽ കയറിയാൽ. ഇപ്പോൾ ഹോട്ടലിൽ കയറി ആരും തിന്നില്ല. അഗ്നി ആരാധകർ നിൽക്കണ മാതിരി ഇങ്ങനെ നിൽക്കുക. ആദ്യം ഓളെ ഫോണിലൊരു ഫോട്ടോ എടുക്കും, പിന്നെ പുക പൊന്തുന്ന ഒരു വേറെ ഫോട്ടോ, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന കഴിഞ്ഞിട്ട് തിന്നാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെ കാലഘട്ടമാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്താ നമ്മൾ റിയാലിറ്റിന്ന് മാറിപ്പോവാൻ പാടില്ല. ഇതൊക്കെ ആയിക്കോട്ടെ, ഹലാലായതിന് ഇതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ എന്താ പറയുക, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ മറപ്പിച്ചു കളയും. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഒരു പാട്ട് കേട്ടാൽ എന്താ പ്രശ്നം? പാട്ട് കേൾക്കണില്ലല്ല സഹോദരങ്ങളെ പ്രശ്നം. പാട്ട് കേട്ട മനസ്സിന് ഖുർആൻ ആസ്വദിക്കാൻ കഴിയില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഖുർആനോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പ്രശ്നങ്ങൾ അതാണ്. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമുണ്ട്, അതിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല, അല്ലേ? ആ ലക്ഷ്യത്തിൽ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം നമ്മളെ ഓരോ കാര്യങ്ങളും. ആ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കാരണം പിശാച് വലിയ സെറ്റപ്പുമായിട്ട് ആലോചിച്ച് നോക്കി, മനുഷ്യനെ വഴിപിഴപ്പിക്കാനുള്ള സകല സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് പിശാച് നിൽക്കുന്നത്. നമ്മളെ ശത്രു ചെറിയവനല്ല. നമ്മളെ എങ്ങനെ വീഴ്ത്തണമെന്നറിയാം. നമ്മളെ പൂർവ്വപിതാവിനെ ആദം നബിയെ സ്വർഗത്തിൽ പുറത്താക്കിയവനാണോ? നമ്മളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള തന്ത്രങ്ങൾ അറിയുന്നവനാണ് നമ്മളെ എതിരാളി എന്ന ബോധം നമുക്ക് വേണം. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ്, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണമെന്നാണ്. അതുകൊണ്ട് ഈ വഞ്ചന ചരക്കായ ദുനിയാവും അതിൻ്റെ വൈബുകളൊക്കെ എന്താ അറിയോ, നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് കളയും. അതുകൊണ്ട് അത് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇത് ഒരു മഹല്ലിലെ ആളുകൾ എന്ന നിലക്ക് പ്രത്യേകിച്ച് പറയാനുള്ള സഹോദരങ്ങളെ, നമ്മളെ കുടുംബ സംവിധാനങ്ങൾ ഇതൊക്കെ വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? കുടുംബം ഇപ്പൊ കല്യാണം കഴിഞ്ഞ ദിവസം ഒരു +2 ടീച്ചർ പറയാണ്, അദ്ദേഹം പറയണേ, എൻ്റെ ക്ലാസ്സിൽ 32 കുട്ടികളുണ്ട്, പെൺകുട്ടികൾ 32 കുട്ടികളും പറഞ്ഞു കല്യാണം കഴിക്കണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. 32 പെൺകുട്ടികളും പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ആരാണ് സഹോദരങ്ങളെ? നമ്മളെ നാട്ടില് നമ്മളെ വളർത്തുന്ന നമ്മളെ പെരിന്ന് പോണ പെൺകുട്ടികളെ പറയണത്. എന്തുകൊണ്ട്? നമുക്ക് പങ്കുണ്ടോ നമ്മൾ ആലോചിക്കണം. നമ്മളിങ്ങനെ പറയാം, എൻ്റെ വാപ്പാനെ കെട്ടിയത് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങി. ഇതല്ലേ നമ്മളെ മോള് കേൾക്കണത്, അല്ലേ? എൻ്റെ വാപ്പാനെ കെട്ടിയത് മുതൽ എൻ്റെ കഷ്ടകാലം ഞാൻ ഭയങ്കര നല്ല പഠിച്ചിരുന്ന ആളായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ വർത്താനം കേട്ട തോന്നുന്നു ഉമ്മ കലക്ടറാകേണ്ട ആളാണ്, വാപ്പ കെട്ടിയോണ്ട് ഉമ്മ കലക്ടറാകാതെ പോയതാണ്. അതല്ലേ കുട്ടി കേൾക്കണ്. അല്ലെങ്കിൽ അപ്പുറത്തെ അയൽപക്കത്തെ ആളുടെ അവിടുത്തെ ബന്ധങ്ങളിലെ അവിടുത്തെ വിവാഹ ജീവിതത്തിലെ തകർച്ച, താത്താന്റെ മാപ്പിളിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. മൈക്രോ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാണ്. വിവാഹത്തോട് മടുപ്പനുഭവപ്പെടാണ്. സഹോദരങ്ങളെ, കുടുംബ ജീവിതത്തിന്റെ സന്തോഷങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അതിന്റെ പോസിറ്റീവാണ് പറയേണ്ടത്. അതിന്റെ നെഗറ്റീവ് ഇങ്ങനെ അത് ഈ സോഷ്യൽ മീഡിയ മൊത്തം അതിനാണ് റീച്ചുള്ളൂ, അല്ലേ? ഒരു തട്ടട്ട പെൺകുട്ടി വിവാഹത്തെ പറ്റി മോശമായി പറയുമ്പോൾ അതിനാണ് റീച്ച് കിട്ടുക. അത് പ്രചരിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ദീനിന്റെ ആളുകളാണ്, അള്ളാഹുവിന്റെ മതത്തിന്റെ ആളുകളാണ്. മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. വിചാരണ ചെയ്യപ്പെടും, ഓരോ വാക്കും വിചാരണ ചെയ്യപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളെ കുടുംബ സംവിധാനങ്ങൾ അത് വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് അത് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് കൃത്യമായ റോളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ കൃത്യമായൊരു മഹൽ എന്ന നിലക്ക് നമ്മൾ ഈ ചലഞ്ചുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്താ വെച്ചാൽ ഇവിടെ എല്ലാം നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ. എന്താ നോർമലൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ, ഇപ്പോൾ ഒരു കിഡ്നി രോഗിൻ്റെ നമ്മളെ വീട്ടിൽ വിചാരിച്ചോളൂ, അയാൾ ഡയാലിസിസ് ആകുമ്പോഴത്തേന് അയാൾക്ക് ശ്വാസം മുട്ടും, ഭയങ്കര വേദനയായിരിക്കും, എല്ലിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, തൊടുമ്പോ വേദന, നടക്കാൻ പറ്റില്ല, പിന്നെ അയാൾ മാനസിക വിഷമം ഉണ്ടാവും. അയാൾക്ക് ഒരു മനുഷ്യനെ കൊണ്ട് ഒരു കുടുംബം അങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. എന്നും ഒന്നരാടം ഡയാലിസിസ് ഉണ്ടോണം. ആദ്യമൊക്കെ ഭാര്യനെ കാണാൻ പറ്റും. ഡയാലിസിസ് സെന്ററിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം ഭാര്യയെ കൊണ്ടുവരിക, തുടക്കത്തിലൊക്കെ എല്ലാവരും ഉണ്ടാവും. പിന്നെ ഇങ്ങനെ 2-3 കൊല്ലാവുമ്പോൾ ആള് മാറും. പിന്നെ ഉമ്മയിക്കാരുണ്ടാകുക. അപ്പൊ എന്താ ഭാര്യ വരാത്ത? ഭാര്യ ജോലിക്ക് പോവുകയാണ്, കുറ്റം പറയാൻ പറ്റൂല. ഭാര്യ ജോലിക്ക് പോവുകയാണ്. അപ്പൊ ഇയാൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരിക്കും. അപ്പോൾ ഒരു ഡയാലിസിസ് ആകുമ്പോഴത്തിന് ഇയാൾക്ക് പ്രയാസങ്ങളുണ്ടാവും, മൂത്രം പോകാത്തതിന്റെ വിഷമം, വേദന, നീര് വന്നിട്ട് ശ്വാസം കിട്ടായി, ഇയാളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അയലോകത്തെ വീട്ടിലാണെങ്കിൽ ആദ്യം നമ്മൾ പോയി നോക്കും. അത് പിന്നെ നമ്മൾ പറയുന്നത് ഒച്ചയ്ക്കുമ്പോ അത് മൂപ്പരൊച്ചയാണ് അറിയും. അത് മൂപ്പര് സ്ഥിരം ഉണ്ടാക്കണാണ്. നാളെ ഡയാലിസിസ് ഉണ്ട്, ഇന്ന് മൂപ്പരൊച്ച ഉണ്ടാക്കും, കാരണം ശ്വാസം മുട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലേ? മകൻ വരും, മരുവോള് വരും, ഓലൊക്കെ വന്ന് നോക്കും. കുറച്ച് ആരും വരാണ്ടാവും. ഇത് മൂപ്പർക്ക് സ്ഥിരമുള്ളതാണ്.
അതാണ് നോർമലൈസ് ചെയ്യാ പറഞ്ഞാല്. ഏതൊരു സാധനം നോർമലൈസ് ചെയ്യാ അല്ലേ? ഇന്നിപ്പോ നമ്മളെ OP-ല് നമ്മളെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ആരാണ് സഹോദരങ്ങളെ അല്ലേ? നമ്മളെ OP-ല് വരുന്ന കാണാം, നല്ല പർദ്ദക്കെട്ട് 2-3 ഹജ്ജ് ചെയ്ത് കൊല്ലം റമദാൻ ഉംറക്കോണം ഉമ്മ ഉണ്ടാവും, മകളുണ്ടാവും, ടൈറ്റ് ജീൻസും ടീഷർട്ടും ഒരു മഫ്തട്ടക്ക, ടൈറ്റ് ജീൻസ് ഇട്ടക്ക, ഒരു ടീഷർട്ട് ഇട്ടക്ക. സഹോദരങ്ങളെ, എന്ത് ഇസ്ലാമാണിത്? ആ ഉമ്മ പറയണില്ല. ഉമ്മ നല്ല ഹിജാബ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞ അമ്മ പറയും, പറഞ്ഞൊടുക്കി ഡോക്ടറെ. ഡോക്ടർ അല്ല പറഞ്ഞൊടുക്കണ്ടേ, ഉമ്മാര് പറയണം. സഹോദരങ്ങളെ, എന്തിനാണ് മക്കളെ പേടിക്കണത്? പറയേണ്ട സമയത്ത് പറയണം സഹോദരങ്ങളെ. ദീന് പറയന്നെ വേണം. അവിടെയാണ് നമ്മളെ പ്രശ്നം. നിങ്ങളെ മഹല്ലിലുള്ള ഈ മഹല്ലിൽ താമസിക്കുന്നവരെ ആലോചിച്ച് നോക്കി, വലിയ മുൻഗാമികൾ നമുക്കുണ്ട് അല്ലെ? ദീന് പഠിപ്പിക്കണം, ദീന് പറയേണ്ടടുത്ത് പറയണം. അത് കുടുംബത്തിൽ തന്നെ നമ്മൾ പറയണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം നോർമലൈസ് ചെയ്യപ്പെടാണ് ലിബറലിസം. പണ്ടൊക്കെ നമ്മൾ എന്താണ് ഈ സ്വയം വർഗ എന്താണ് സ്വവർഗാനുരാഗം എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, ഹോമോസെക്ഷൽസ് എന്ന് പറയുമ്പോൾ അറപ്പൈനു വെറുപ്പൈനു. ഇന്ന് വിവാഹങ്ങൾ നടക്കുകയാണ്. കോടതി സ്വവർഗ വിവാഹത്തിന് അനുമതി കൊടുത്തിട്ടാണ്. ഇപ്പൊ നോർമലൈസ് ചെയ്യപ്പെടാണ് അല്ലേ? ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുവരുമ്പോൾ ശീലിക്കുമ്പോൾ അത് ഒരു നോർമലായിട്ട് നമുക്ക് തോന്നുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഒരു പ്ലാനിങ്ങോടുകൂടി വ്യവസ്ഥാപിതമായിട്ട് ഇവിടെ നമ്മളടിയിൽ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് അല്ലെ? ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, ഒരൊറ്റ ജീവിതമുള്ളൂ, അത് അടിച്ചു പൊളിക്കേണ്ടതെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആ ദീനിനെ അവർ പഠിപ്പിക്കണം അല്ലേ? അതല്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവും. ഇപ്പൊ വൃദ്ധരായ മാതാപിതാക്കളെ നോക്കണം എന്തിനാണ്? അത് ദീനാണ്, അത് അല്ലാഹ് പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഈ ന്യൂജനായ ആളുകൾ, അല്ലെങ്കിൽ ഇന്നത്തെ ലിബറലിസം, ഈ ഫെമിനിസം ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകൾ, അവരെ സ്പീച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവും എന്തിനാണ് വൃദ്ധരായ മാതാപിതാക്കൾ നോക്കുന്നത്. അങ്ങേയറ്റം വിഷമുണ്ടാകുമ്പോൾ കഞ്ചാവ് കൊടുത്താൽ പോരത്. ഏതോ ഒരാളെ പ്രസംഗത്തിൽ ഞാൻ കേട്ടാണ്, കഞ്ചാവ് മാതാപിതാക്കൾക്ക് കഞ്ചാവ് കൊടുത്താൽ മതി, സന്തോഷം ഉണ്ടാവും. എന്താപ്പോ അതിന്റെ അവസ്ഥ? വയസ്സാവുമ്പോ കഷ്ടപ്പാട് വരുമ്പോൾ കഞ്ചാവ് നോർമലൈസ് ചെയ്യണം. എന്നിട്ട് എന്താ പറഞ്ഞത്? അമേരിക്കയിലെ 24 സ്റ്റേറ്റിൽ കഞ്ചാവ് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ലീഗലൈസ് ചെയ്യാൻ എന്താ? കള്ളുഷാപ്പുമാരി കഞ്ചാവ് വാങ്ങാൻ കിട്ടുന്നു. ഇത് കഞ്ചാവ് അടിക്കുക സന്തോഷം, സങ്കടം വരുമ്പോ. ഇതാണോ സഹോദരങ്ങളെ? ഇതാണോ ലിബറലിസം എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെപ്പോഴും എന്താരോ, നമ്മൾ ദീന് പറയണം. ഇപ്പോൾ ഈ വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ അല്ലേ, എന്തോ കരിയറിസം, ജോലി കിട്ടണം, എന്താ പറയുക, കുറച്ചൊന്ന് സെറ്റിലാട്ടെ. കല്യാണത്തെ പറ്റി പറഞ്ഞാൽ കുട്ടികൾ പറയാം, ഒന്ന് സെറ്റിലാട്ടെ. ഇപ്പോൾ ഒരു ഒരാൾ വിളിച്ചിട്ട് പറയാം, എൻ്റെ മോളെ ഒന്ന് ഉപദേശിക്കണം, ഓള് കല്യാണത്തിന് തയ്യാറാകണില്ല, നിങ്ങൾ ഓളൊന്ന് വിളിച്ച് സംസാരിക്കണം. സഹോദരങ്ങളെ, ഞാനെങ്ങനെ ഒരു ബന്ധമില്ലാത്ത ഓളെങ്ങനെ ഞാൻ വിളിച്ച് സംസാരിക്കാം? ഓളെ കല്യാണത്തിന് എങ്ങനെ ഞാൻ റെഡിയാക്കണം? അപ്പം അതുകൊണ്ട് ഇതെന്താരോ, നമ്മൾ കല്യാണത്തെ പറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് നമ്മളെങ്കിലും മാറി നിൽക്കണം സഹോദരങ്ങളെ. പോസിറ്റീവായിട്ട് പറയാൻ നമ്മൾ മുന്നോട്ട് വരണം. അതേപോലെ തന്നെ ഈ പബ്ലിക് റിയാക്ഷൻ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ആളുകൾ യൂട്യൂബിൽ റീച്ച് ഇട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്താണ്? ആൾക്കാരോട് ചോദിക്കുക, വിവാഹത്തിന് മുമ്പ് സെക്സിന് താല്പര്യമുണ്ടോ? കുട്ടികളോട് ചോദിക്കുക. എന്നിട്ട് തട്ടട്ട പെൺകുട്ടിയോട് ചോദിക്കുക. എന്നിട്ട് 1000 തട്ടന്റെ പെൺകുട്ടിയോട് ചോദിച്ചിട്ടുണ്ടാവും. 999 പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവും പറ്റൂലെന്ന്. ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടാവും എന്ത്? അതെന്താ കുഴപ്പം? അത് വേണ്ടത് തന്നെയല്ലേ? എന്നിട്ടോ അത് അവന്റെ ചാനലിലിടുക. കണ്ടോ, ഒരു മുസ്ലിം കുട്ടി പറയുന്നത് നോക്കൂ. എന്നിട്ട് കാണണോ വിചാരിച്ചതൊക്കെ എല്ലാ മുസ്ലിം പെൺകുട്ടികളും ഇങ്ങനെയാണ് പറയണത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ കമന്റ് ഇങ്ങനെ കൊടുക്കുക. ഇത്തരത്തിൽ മോശമായ പബ്ലിക് റിയാക്ഷൻ വീഡിയോസ്, ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് എന്താ സെക്സിന് കുഴപ്പം അല്ലേ? എന്താ കേട്ടാ തോന്നുന്നു, സർബത്ത് എടുക്കണോ ചായ എടുക്കണോ എന്ന് ചോദിക്കുന്ന മാതിരിയാണ്. ബെസ്റ്റി എന്ന സാധനം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി ബെസ്റ്റി എന്ന് പറയാം. അപ്പോൾ അതാണ് ആകെ പെണ്ണാകെ ആരെയും കുഴപ്പമില്ല കേട്ടോ. ബെസ്റ്റിയുമായിട്ട് ലൈംഗിക ബന്ധത്തിന് താല്പര്യം, ഒരു ബെസ്റ്റി നിങ്ങളോട് ലൈംഗിക ബന്ധത്തിന് ചോദിച്ചാൽ ഞങ്ങൾ സമ്മതിക്കും. അപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി വരാം, അതിൻ്റെ മൂഡ് പോലെ വെക്കുന്നു. എന്താ അപ്പോൾ നിന്റെ മൂഡ് പോലെ ഉണ്ടാവുന്നു? അപ്പോൾ അത് പറയാം. എന്നിട്ട് ആ റിയാക്ഷൻ വീഡിയോ ഇടുക. എന്നിട്ട് എല്ലാവരും കാണുക. അപ്പോൾ എല്ലാവരും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. അതിലൊന്നും വലിയ അത്ഭുതമല്ല അല്ലേ? ഇതിലൊന്നും വലിയ അത്ഭുതം, ഇതൊക്കെ തന്നെയാണ് ഇവിടെ. അങ്ങനെ നല്ല ഇവിടെ നന്നായി ചിന്തിക്കുന്നവരുണ്ട്, നന്നായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് എന്താരോ ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിനൊക്കെ ഒരു പരിഹാരമുള്ളൂ, മതബോധം എന്നുള്ള പരിഹാരം മാത്രമേ ഉള്ളൂ. അതിനാണ് 1944 ഇവിടെ മദ്രസ ഉണ്ടാക്കിയത്. അതാണ് ഈ സംവിധാനങ്ങളൊക്കെയും അതിനു വേണ്ടിയുള്ളതാണ്. കൃത്യമായ മതബോധം, സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധം ഉണ്ടാകാൻ, ആ സൃഷ്ടാവിലേക്ക് മടക്കപ്പെടുമെന്നുള്ള ബോധം.
ഈ 3 കാര്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്, അവനെ മാത്രം പരമേൽപ്പിക്കുക എന്നുള്ളത്. അതെപ്പോഴാണ് ആരാധിക്കുക? ആ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞാൽ നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കും. അതാണ് റമദാൻ. അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ സാമ്പിൾ വെടിക്കെട്ടാണ് റമദാൻ. ആ റബ്ബിനെ അറിയാൻ, ആ റബ്ബിലേക്ക് ഒന്നടുക്കാൻ, ആ റബ്ബിലേക്ക് ഇബാദത്ത് ചെയ്യാൻ, ആ റബ്ബിനെ സ്നേഹിക്കാൻ. അറിയുന്തോറും നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കും. ആലോചിച്ച് ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെടുന്ന അവസ്ഥ അറബി നോവലിലൊക്കെ വായിക്കാൻ പറ്റും, അറബി കഥകളിലൊക്കെ കാണാൻ പറ്റും. ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെട്ടാൽ എന്താ അറബികൾ എന്താ ചെയ്യാറുകൾ? ഒരു കുഴി കുത്തിയിട്ട് അതിൽ ഇറങ്ങി കിടക്കുന്ന. എന്തിനറിയോ? മരണം ഉറപ്പാണ്. അതുകൊണ്ട് ഇനി മൃഗങ്ങൾ കൊത്തി വലിക്കാതിരിക്കാൻ നമ്മളൊരു കുഴി കുത്തുക, എന്നിട്ട് അതിൽ കിടക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കും, കാറ്റ് വന്ന് നമ്മളെ മറയത് പോയിക്കോളും, മണൽ വന്ന്. കാരണം ഇനി രക്ഷയില്ല. അതാണ് മരുഭൂമിയിൽ കുടുങ്ങിയാലുള്ള അവസ്ഥ. വാഹനമല്ലാതെ കുടുങ്ങിയാൽ, ഒട്ടകം നഷ്ടപ്പെടുകയോ ചാകുകയോ ചെയ്താൽ ഒരാളുടെ അവസ്ഥ അതാണ്. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരാൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പം ഒട്ടകം നഷ്ടപ്പെട്ടു. അങ്ങനെ ആള് വെള്ളമൊക്കെ ഭക്ഷണക്കൊട്ടകത്തിന്റെ മേലാണ്. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഓടി തളർന്ന് ക്ഷീണിച്ച അവസാനം ബോധം കെട്ടുപോകുന്നു. എന്നിട്ട് കണ്ണു തുറന്നു നോക്കുമ്പം ആ ഒട്ടകന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. എന്തൊരു സന്തോഷം ഉണ്ടാവില്ല അയാൾക്ക്. അപ്പോൾ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്, അതിനേക്കാൾ സന്തോഷമുണ്ട് അള്ളാഹുവിന് തന്റെ അടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ എന്നാണ്. നിങ്ങൾ ആലോചിക്കുക, ഇതിനേക്കാൾ എങ്ങനെയാണ് പറഞ്ഞുതരാ? അത്രയും സ്നേഹിക്കുന്ന ഒരു അള്ളാഹുവിനെ കുറിച്ച്. എന്ത് ചെയ്ത തെറ്റ് മുഴുവൻ, ചെയ്ത അക്രമം മുഴുവൻ അള്ളാഹു പുറത്തു തരുന്നു മാത്രല്ല, അള്ളാഹ്ക്ക് അത്രയും സന്തോഷം ഉണ്ടാകുകയാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ. അങ്ങനത്തെ ഒരു അള്ളാഹ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. ആ അള്ളാഹിനെ അറിഞ്ഞിക്കണമെങ്കിൽ എങ്ങനെ അള്ളാഹ് നിങ്ങൾ സ്നേഹിക്കാതെക്കുക, എങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കാതെക്കുക? അതാണ് ആരാധന എന്ന് പറഞ്ഞാൽ, അതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം, അതാണ് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സമയമാണ് ഈ റമദാൻ. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കണം, അള്ളാഹിൻ്റെ റസൂലിനെ നിങ്ങൾ അറിയണം, അള്ളാഹിൻ്റെ റസൂലിനെ പഠിക്കണം. അതറിയുന്നതിലൂടെ സഹോദരങ്ങളെ ഇതിന് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദീന് പഠിപ്പിക്കുമ്പോൾ മതബോധം ഉണ്ടാവുമ്പോൾ. അതുകൊണ്ട് നമ്മൾ മദ്രസ, അത് നിങ്ങളെ മക്കൾ ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കും, ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും. ഇവിടെ കുറേ പണ്ടേ അരീക്കോട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലേ ഏറ്റവും വിദ്യാസമ്പന്നരുള്ള നാടാണ് അരീക്കോട് എന്ന് പറഞ്ഞാൽ. എവിടെ ലോകത്തിന്റെ ഏത് മൂലയിൽ നിങ്ങൾ പോയിട്ട് ഒരു മുസ്ലിമിനെ കണ്ടോ അരീക്കോട്ടുകാരനേക്കാരെന്നാ പറയാം. അത്രയും വിദ്യാസമ്പന്നരുള്ള നാടാണ് അരീക്കോട്. ഇതിനൊക്കെ ഒരു കാരണമുണ്ട് ഇവിടെ, അല്ലേ സഹോദരങ്ങളെ? ഇന്ന് കുറേ ആളുകളുടെ ബന്ധുക്കൾ യൂറോപ്പിലും ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞെന്താ സഹോദരങ്ങളെ, നിങ്ങളെ മഹല്ല അവിടെയൊക്കെ കിടക്കണം, ഇപ്പോൾ നിങ്ങളെ മക്കൾ അവിടെയാണ്. അതുകൊണ്ട് ഒരു നിബന്ധനകൾ വെക്കണം, ആഴ്ചയിൽ ഒരു മലയാളം ഖുതുബ കേൾക്കണം. പോയി കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കണം, അല്ലേ? നല്ല തൗഹീദ് പറയുന്ന പള്ളിയിൽ ഒരു ആഴ്ചയിൽ ഒരു ഖുതുബ കേൾക്കണം. ഈ സംവിധാനമല്ലേ ഓൺലൈൻ ആയിട്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഖുതുബ കേൾക്കണം, ഒരു ഖുതുബെങ്കിലും. കാരണം അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ഖുതുബ വെച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കേട്ടാലേ, അല്ലെ ഇത് തെറ്റിപ്പോവും തീരും. പിന്നെ മദ്രസ സംവിധാനങ്ങൾ, നമ്മളെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കണം. മദ്രസയിൽ അത് ഇവിടല്ലേ, ബാംഗ്ലൂരാണോ ഡൽഹിയിലാണോ നിങ്ങൾ സിംഗപ്പൂരാണോ, ഓൺലൈൻ മദ്രസയിൽ, നാട്ടിലെ മദ്രസയിൽ ചേർക്കണം, ദീന് പഠിപ്പിക്കണം. അത് സംശയമില്ല. മതബോധം നൽകാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചും. ഞങ്ങൾ ഈ 3 ബേസാണ് ഈ മതത്തിന്. ഒന്ന് തൗഹീദാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണത്. അത് അള്ളാഹുവിനെ അറിയുന്നതിലൂടെ തന്നെ നടക്കുള്ളൂ. രണ്ടാമത്തത് റിസാലത്താണ്, അള്ളാഹു നൽകിയ ഗൈഡൻസ് ആണ്, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അല്ലേ? അള്ളാഹിന്റെ റസൂലിനെ പറ്റി പഠിച്ചാൽ മനസ്സിലാവും. അള്ളാഹിന്റെ റസൂൽ ദരിദ്രനായിരുന്നു സഹോദരങ്ങളെ, അള്ളാഹിന്റെ റസൂൽ ദരിദ്രനായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ദാരിദ്ര്യത്തെ പറ്റി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അള്ളാഹിന്റെ റസൂല് പട്ടിണി കാരണം എങ്ങനെ ചുരുണ്ട് കിടക്കുന്നത്, ദിവസം മുഴുവനും ചുരുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉമർലാന് പറയാണ്, ഒരു ദഖൽ എന്ന ഈത്തപ്പഴം, അല്ലേ? ദഖൽ എന്ന് പറഞ്ഞാല് ഈത്തപ്പനന്റെ കൂട്ടത്തിൽ, ദഖൽ എന്ന് പറഞ്ഞാല് ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും മോശമായ ഈത്തപ്പഴത്തിനാണ് ദഖൽ എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മള് ഈ റോഡ് സൈഡിൽ നിന്ന് മുന്തിരി വാങ്ങുമല്ലോ, പച്ചമുന്തിരി. ആ മുന്തിരി വാങ്ങി വെള്ളത്തിലിട്ടാലേ കുറച്ച് കറുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും, ഒരു തിന്നാലും ചെയ്യണ്ട, അത് നമ്മൾ എടുത്തിടും. അതിനാണ് ദഖൽ എന്ന് പറയാം, ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിലെ ദഖൽ എന്ന് പറഞ്ഞാൽ. ആ ദഖൽ പോലും കിട്ടാതെ, അതുപോലും തിന്നാൻ കിട്ടാതെ അള്ളാന്റെ റസൂല് ചുരുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരാണ്? അഷ്റഫുൽ ഖൽഖാണ്. ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട വ്യക്തി.
അള്ളാഹുവിന്റെ റസൂലാണ് സഹോദരങ്ങളെ പട്ടിണി കിടന്നത്, അല്ലേ? പട്ടിണി കിടന്നത് എന്താണ്? അസാനുബിനു എന്താണ് ആബിസ് ബിൻ റബീഹ, ആബിസ് ബിൻ റബീഹയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ആബിസ് ബിൻ റബീഹ ആയിഷയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വീട്ടിൽ ആടിന്റെ കുളമ്പ് ഒരു മാസത്തിലധികമൊക്കെ ആടുമാടുകളുടെ കുളമ്പ് ഉപയോഗിച്ചിരുന്നു എന്ന് കേൾക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഫളഹിക്കത്ത് ആയിഷ ബീവി ചിരിച്ചു എന്നാണ്. എന്താ സഹോദരങ്ങളെ ആടിന്റെ കുളമ്പ് പറഞ്ഞാല്? കാല് ഒന്നും ഉണ്ടാവില്ലേ, അത് ചൂടുവെള്ളത്തിലിട്ടാണ് കുടിച്ച, അത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ച ഒരു മാസക്കാലം. ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞ മറുപടി എന്താ അറിയോ? ആല് മുഹമ്മദ് തുടർച്ചയായി 3 ദിവസം ഗോതമ്പിന്റെ റൊട്ടിയും കറിയും ഒരുമിച്ച് കഴിച്ചിട്ടില്ല എന്നാണ്. എത്ര തിന്നു സഹോദരങ്ങളെ നമ്മള്. ഇന്ന് നമ്മളെ കാത്തിരിക്കുന്ന പെരിയിൽ എന്തൊക്കെയാണ്, അല്ലെ? 3 ദിവസം തുടർച്ചയായിട്ട് ഗോതമ്പും കറിയും കൂട്ടി കഴിച്ചിട്ടില്ല എന്ന് ആല് മുഹമ്മദ് കഴിച്ചിട്ടില്ല എന്ന് ചിരിച്ചുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലേ? അസാനുബിന് കായിൽ പറയാണ്, അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് അവരോട് ആയിഷ ബി പറയാണ്, അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് രാത്രി ആടിന്റെ ഒരു കാലിന്റെ ഭാഗം കൊണ്ടുവന്നു. ആടിന്റെ കാലിന്റെ ഭാഗം ഞാനും നബിയും മാറി മാറി മുറിച്ചതാണ്. കുറച്ചേരം ഞാൻ മുറിക്കും, അപ്പൊ ക്ഷീണിക്കുമ്പോ പിന്നെ നബി പിടിക്കും, ഞാൻ മുറിക്കും, ഞാൻ പിടിക്കും, നബി മുറിക്കും, അങ്ങനെ പറയാണ്. അപ്പോ അവര് ചിരിച്ച് ചോദിക്കാണ്, അന്ന് നിങ്ങൾക്ക് വിളക്കില്ലേന്നോന്ന്, അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ആ വിളക്കിലൊഴിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങൾ തിന്നുമായിരുന്നു, ഞങ്ങൾ കുടിക്കുമായിരുന്നു. സഹോദരങ്ങളെ, അത്രയും ദാരിദ്ര്യത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചത് സഹോദരങ്ങളെ. അതുകൊണ്ട് ദുനിയാവിലെ എന്തെങ്കിലും നഷ്ടങ്ങൾ, അല്ലെ, ഒരു വീടില്ല എന്നുള്ളതോ, ഒരു ജോലി ഇല്ല എന്നുള്ളതോ, ഒരു സാമ്പത്തിക പ്രയാസമുണ്ടായി എന്നതോ നമ്മൾ അലോരസപ്പെടുത്താൻ പാടില്ല സഹോദരങ്ങളെ. ദുനിയാവിന് എന്തെങ്കിലും ഒരു വാല്യൂ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂലിന് നൽകുമായിരുന്നു. ദുനിയാവ് അങ്ങനെ കൊടുത്തിട്ടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അതിന്റെ പേരിൽ വിഷമിക്കണ്ട. ദുനിയാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെ, സയ്യിദ് ഇബ്നു മഖ്ബൂരി പറയാണ്, എന്താണ് അദ്ദേഹം പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ കുറച്ച് ആളുകൾ ഇങ്ങനെ ആടിനെ വേവിക്കാണ്, എന്നിട്ട് വേവിച്ച് കണ്ട് തിന്നണം എല്ലാവരും വട്ടത്തിലിരുന്നിട്ട്. അപ്പോ അവര് അബൂ ഹുറൈറനെ ക്ഷണിക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഈ ദുനിയാവിൽ നിന്ന് പോയിട്ട് തുടർച്ചയായിട്ട് 3 ദിവസം ഒരു ഗോതമ്പിന്റെ റൊട്ടി പോലും വയറ് നിറച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ തുടർച്ചയായിട്ട് 3 ദിവസം കഴിച്ചിട്ടില്ല എന്നാണ്. ആ റസൂലിനെ ഓർക്കുമ്പോൾ എനിക്കിത് തിന്നാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മുബറൈ തിന്നാതെ പോയി എന്നാണ്, വഴി നടന്നു പോയി എന്ന് സയ്യിദ് ഇബ്നുൽ മഖ്ബൂരി റഹ്മത്തുള്ളാഹി പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ പട്ടിണി കിടക്കണമെന്ന് പറയാനല്ല സഹോദരങ്ങളെ. നമ്മൾ അനുഭവിക്കുന്ന ഒരു ലക്ഷറി, ആ ലക്ഷറിയെ കുറിച്ച് നമുക്ക് ബോധ്യം വേണം, അല്ലേ? നമുക്കൊരു ഭക്ഷണത്തിന് പ്രയാസം വരെ ഉണ്ടായിട്ടുണ്ടോ? പട്ടിണി എന്താ നമ്മൾ ആരെങ്കിലും അറിഞ്ഞണ സഹോദരങ്ങളെ? ₹1 റേഷൻ പിടി BPLർക്ക് വരെ അരി കിട്ടും, പട്ടിണി നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ പഠിപ്പിക്കും. സൂറത്ത് ബഖറയിലെ ആയത്താണ്. സത്യത്തിൽ ആ ആയത്തിൽ പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ എനിക്ക് ഇതേവരെ ജീവിതത്തിൽ ഒരു പരീക്ഷണം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാൻ തരോ, എനിക്ക് അള്ളാഹു തീർച്ചയായും പരീക്ഷിക്കും എന്ന് പറഞ്ഞല്ലോ, പട്ടിണി കൊണ്ട് പരീക്ഷിക്കും എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇതുവരെ ഒരു പരീക്ഷണം പട്ടിണി കൊണ്ട് എനിക്കുണ്ടായിട്ടില്ല. ഞാൻ അറിയുന്ന ഒരാൾക്കും ഈ കാലത്ത് ഉണ്ടായിട്ടില്ല പട്ടിണി കൊണ്ട്. അതിങ്ങനെ ഒരു ദിവസം ആലോചിച്ച് നിന്ന സന്ദർഭത്തിൽ ഞാൻ ICUടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരാൾ എന്നെ അടുത്തേക്ക് വിളിച്ച്, എൻ്റെ താടി കണ്ടേ കാരണം വർത്താനം പറയാൻ പറ്റിയ ഒരാൾ നിൽക്കുന്ന വിളിച്ചു മെല്ലെ. അപ്പോൾ എന്താ വെച്ചാൽ കുടലിന് വലിയൊരു സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. തൊണ്ടയിലൊക്കെ ട്യൂബ് ഇട്ടുണ്ട്, മൂക്കിലൊരു ട്യൂബ് ഇട്ടുണ്ട്. എന്നിട്ട് അതിനൊരു പച്ച ഈ പിത്തം അങ്ങനെ പുറത്തേക്ക് വന്ന് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് അയാൾ ചോദിച്ച്, ഒരിറ്റു വെള്ളം എൻ്റെ നാവുക്കാക്കി തരാൻ പറ്റും? ഒരിറ്റു വെള്ളം ഉപര കൊടയിൽ പൊട്ടിയിട്ട് തുന്നിയേക്കാണ്. അപ്പോൾ ആ തുന്നിയത് കൂടണമെങ്കിൽ 2-3 ദിവസം എടുക്കും, എന്നാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതുവരെ മൂപ്പര് പട്ടിണിയാണ്. അപ്പൊ അതുകൊണ്ട് നാവൊക്കെ വരണ്ടിങ്ങനെ പൊട്ടി നിൽക്കണം, ചുണ്ടൊക്കെ. ഒരിറ്റു വെള്ളം എൻ്റെ വായിക്കൊന്ന് ആക്കി തരുമോ സഹോദരങ്ങളെ? അതുകൊണ്ട് ദാരിദ്ര്യം വരണ്ട പട്ടിണി കൊണ്ട് പരീക്ഷിക്കാണ്. കൊടലിന് സർജറി ചെയ്താൽ മതി. 2 ദിവസം തിന്നാതെ കിടക്കും പറയും, വെള്ളം കുടിക്കാതെ കിടക്കും പറയും, ദാഹം എന്താണെന്ന്, പട്ടിണി എന്താണെന്ന് അപ്പം മനസ്സിലാവും. അതുകൊണ്ട് അഹങ്കരിക്കേണ്ട സഹോദരങ്ങളെ, ഒരു നിമിഷം മതി, ഒരു സെക്കൻഡുകൾ മതി ഇതൊക്കെ മാറ്റിമറിക്കാൻ അല്ലാഹ്ക്ക്. അതുകൊണ്ട് വിനയാന്വിതനാകുക, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് തിരിച്ചറിയണം സഹോദരങ്ങളെ. ഇതൊരു മഹല്ലാണ്, ഇവിടെ എല്ലാവരും ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വലിയ ചലഞ്ചുകളുണ്ട്, അല്ലേ? നമ്മളെ കുട്ടികൾ, അല്ലേ? വൃദ്ധരായ മാതാപിതാക്കൾ, അല്ലേ? ഇവിടെ ഈ ആണിനും പെണ്ണിനും തുല്യ അവകാശം, അതാണ് പറഞ്ഞത്. എല്ലാവരും തുല്യരാണെന്നാണ്. ഒരു ദിവസം ഒരു അറബി മാഷ് ഉണ്ട്, ഒരു സുഹൃത്ത്. അപ്പൊ അദ്ദേഹത്തിനോട്
ഒരു തമാശക്ക് പറഞ്ഞാണ്. ഇപ്പൊ സ്കൂളിലൊക്കെ എന്താ വെച്ചാൽ ഇപ്പൊ ടീച്ചർമാരൊക്കെ എല്ലാവരും തുല്യ അവകാശം എന്നാ പറയാ. ആണും പെണ്ണൊക്കെ ഒരേ മാതിരിയാണ്. അങ്ങനെ ഭയങ്കര സ്റ്റാഫ് റൂമിൽ ഭയങ്കര വർത്താനാണ്. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ഭയങ്കര ടീച്ചർമാരിങ്ങനെ ഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾക്കുള്ള അരിച്ചാക്ക് വന്നു, ഇറക്കാനുള്ള അരിച്ചാക്ക് വന്നു. അപ്പോൾ സ്കൂളിൽ എങ്ങനെ വെച്ചാൽ ഓരോ മാസ്റ്റർക്കും ഓരോ ടീച്ചർക്കും ഓരോ ചാക്കാണ്. അത് ഓല ഇറക്കല. അപ്പോൾ സാധാരണ മാസ്റ്റർ എല്ലാം ഇറക്കി കൊടുക്കല്, ടീച്ചർമാർക്ക് ഇറക്കാൻ വയ്ക്കൂലല്ലോ. അപ്പോൾ ഇന്ന് മാഷ് കുറച്ച് ദേഷ്യത്തിലിരുന്നു. കാരണം തുല്യ അവകാശത്തിന് വേണ്ടി തർക്കിച്ച് മാഷ് തോറ്റിക്കുകയാണ്. അപ്പോൾ മാസ്റ്ററിനു ഇന്നത്തെ അരി നിങ്ങളെന്നെ ഇറക്കിക്കാളി, കാരണം തുല്യ അവകാശമാണല്ലോ, നിങ്ങൾ അരി നിങ്ങളെന്നെ ഇറക്കിക്കോളി ഇറങ്ങി. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാഇ ഫളലല്ലാഹു ബഅദുകും അലാ ബഅദ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞാണ് ഒരു സംവിധാനത്തിനൊരു ഹെഡ് വേണം. അതിൻ്റെ അർത്ഥം അവകാശമില്ലാത്ത സ്ത്രീകൾ അവകാശമില്ലാത്തവരെന്നല്ല, ഓരോരുത്തർക്കും അല്ലാഹു കൃത്യമായി ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ അറിയോ, നമ്മൾ തേരെ തലകുത്തി നമ്മൾ ദീനിന് മാത്രം എന്ത് ചെയ്തു, നമ്മൾ ദീൻ അങ്ങ് കമ്പാർട്ട്മെന്റലൈസ് ചെയ്തു അല്ലേ. ഒരു പെരീക്ക് ഗാനമേളന്റെ നോട്ടീസായിട്ട് ഒരാൾ വരിക. അപ്പോൾ ഉമ്മ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നോട്ടീസ് ഇട്ടേക്ക് ഉമ്മ മോനെ ഇത് അനക്കുള്ളത് വന്നിട്ടുണ്ട്. ഖുറാൻ ക്ലാസിന്റെ നോട്ടീസ് വരുമ്പോൾ മകൻ വിളിച്ചിട്ട് ഇത് അമ്മ അങ്ങക്കുള്ള നോട്ടീസ് വന്നത്. ഖുറാൻ ക്ലാസ്സിന് ഉമ്മയും ഗാനമേളക്ക് മോനോ. സഹോദരങ്ങളെ, ദീൻ എന്നത് അത് ആത്മാവിന്റെ ഭക്ഷണമാണ്. ആത്മാവിന്റെ ഭക്ഷണമാണ് ദീന്. അതെല്ലാവർക്കും കിട്ടേണ്ടതാണ് അല്ലേ, അതെല്ലാവർക്കും കൊടുക്കേണ്ട സാധനമാണ്. അത് നമ്മൾ പഠിപ്പിക്കണം, ആ ബോധം നമ്മൾ ഉണ്ടാക്കണം. ദീനിന്റെ വിഷയത്തിൽ കോംപ്രമൈസ് പാടില്ല അല്ലേ, അത് അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് വേണം, നമ്മൾ അത് പഠിപ്പിക്കണം. മതം പഠിപ്പിക്കണം. നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ നമ്മൾ കുട്ടികൾക്ക് നൽകണം അല്ലേ. ഇപ്പൊ മിശ്രവിവാഹം ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കണം. എന്താ പറയുക, ഈ മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ലക്ഷ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ മിശ്രവിവാഹത്തിൽ ഉണ്ടാകുന്ന കുട്ടി ഏത് മതം. പണ്ടൊക്കെ ഇവിടെ എങ്ങനെ വെച്ചാൽ ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചാൽ ഹിന്ദു മുസ്ലിം ആകണം, അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു ആണ്. എന്നിട്ട് ഓൽക്കുണ്ടാകുന്ന കുട്ടി ഒന്നിലും ഹിന്ദുക്കാരോ അല്ലെങ്കിൽ മുസ്ലിമേക്കാരോ. ഈ മിശ്രവിവാഹത്തിൽ എന്താ അറിയോ, ഉമ്മ പറയും എൻ്റെ മാരി ഇപ്പോൾ ഞാൻ മുസ്ലിം ആക്കാനും വാപ്പ സമ്മതിക്കൂല, ഹിന്ദു ആക്കാനും നീ സമ്മതിക്കൂല, എന്നാ ഒന്നും വേണ്ടാറേ. അങ്ങനെ ഒന്നുമില്ലാത്ത ഒന്നിനുണ്ടാക്കുക, മതമില്ലാത്ത ഒന്നിനുണ്ടാക്കുക. അതൊക്കെ വ്യക്തമായ മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് ദീന് നമ്മളെ മക്കൾക്ക് കൃത്യമായിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുക, മതബോധങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ നോക്കി, നമ്മൾ ഇവിടെ വരുന്ന എല്ലാ പോക്സോ പീഡനങ്ങൾ അല്ലെ, പോക്സോ കേസിലൊക്കെ പ്രതികളെ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒന്നെന്താ അറിയോ, 50 വയസ്സിന് മുകളിലുള്ളവരാണ്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്തിനാണ് സഹോദരങ്ങളെ, സ്വന്തം കുടുംബക്കാരാണ്. രണ്ടാമത്തെ 2 പോയിന്റാണ് പോക്സോ കേസ് പഠിച്ചാൽ കിട്ടുക. ഒന്ന് ബന്ധുവാണ് പീഡിപ്പിക്കുന്നത്, ബന്ധുവാണ് ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നത്. രണ്ടാമത്തതോ 50 വയസ്സിന് മുകളിലുള്ള ആളാണ്. 50 വയസ്സ് മുകളിലുള്ള ആളുകൾക്ക് സഹോദരങ്ങളെ, ഇസ്ലാമിലെ കുടുംബ സംവിധാനങ്ങളിൽ നിന്ന് അവർക്ക് വിവാഹത്തിൽ കിട്ടേണ്ടത് കിട്ടണം. ചില പെണ്ണുങ്ങൾക്കൊക്കെ എന്താ വെച്ചാൽ 50 വയസ്സ് കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞിടുന്നുള്ളതാണ് അല്ലേ. അങ്ങനെ പാടില്ല സഹോദരങ്ങളെ. സ്വന്തം ഭർത്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസം നമ്മൾ കുടുംബത്തിലില്ല എന്നുള്ളത്. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എപ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, ആരാണ് പ്രതി എന്നാണ് എപ്പോഴും നോക്കുക. ആരെ കുഴപ്പമാണ് അത് നമ്മൾ നിർത്തണം. ഒരാളെ കുഴപ്പം കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പം പറയാ ചെയ്യാം. അല്ല സഹോദരൻ, എൻ്റെ മിസ്റ്റേക്ക് എന്താണ്, എൻ്റെ അടുത്ത് എന്താണ് കുഴപ്പം, അത് ഞാൻ എന്താണ് തിരുത്തേണ്ടത് എന്ന് ഓരോരുത്തരും എന്ന് ആലോചിക്കാൻ തയ്യാറാണതോ, എന്ന് മാറാൻ തയ്യാറുള്ളൂ, അപ്പോഴേ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരുള്ളൂ. അതുകൊണ്ട് അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ആലോചിക്കുക, സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ നല്ല അച്ചടക്കം വേണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷട്ടിൽ കളിക്കാൻ പോകുമ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് കളിൻ്റെ ഇടയ്ക്ക് എന്നോട് പറയാണ്, ഇപ്പോഴാണ് എൻ്റെ കുട്ടിൻ്റെതായത് ഇപ്പോഴാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, എന്ത് വർത്താനത്, എൻ്റെ കുട്ടിൻ്റെത്. അതെന്തുവരെ എൻ്റെ കുട്ടി ബജാജ് ഫിൻസർവിൻ്റെ ചെയ്തു. ബജാജ് ഫിൻസർവ് ലോൺ എടുത്തിട്ടാണ് ഓൻ പ്രസവം നടത്തിയത്, ഓ സിസേറിയന്റെ പൈസ അടച്ചത്. എന്തിന് സഹോദരങ്ങളെ, ഉദൂയത്തിന് പോത്തിനെ വാങ്ങിയത് ബജാജിന് ഫൈനാൻസ് എടുത്തിട്ടാണ്. നിങ്ങൾ കേട്ടിണോ? മലപ്പുറം ജില്ലയിൽ പള്ളി പോണ ആൾക്കാരാണത്. പലിശയും ലോണുമായിട്ട് ഒരു ലജ്ജല്ലാത്ത ബന്ധം നോർമലൈസ് ചെയ്യപ്പെട്ടു. പലിശ, ലോണ്, കടം വാങ്ങുന്നതിന് പേടില്ല. ലക്ഷക്കണക്കിന് സാമ്പത്തിക ബാധ്യത. ഓരോ സാമ്പത്തിക കെണിയിൽ പെട്ട മക്കളിലെ 5 എണ്ണച്ചുണ്ടായിക്കണ്. എൻ്റെ 4 എണ്ണച്ചൊരിടങ്ങാറുണ്ടാക്കില്ല. ഒരുത്തനെ കൊണ്ടാണ് ഞാൻ കുടുങ്ങിയത്. ചില വാപ്പാര് പറഞ്ഞു, ഒരുത്തനെ കൊണ്ടാണ്. അവിടെ 20 ലക്ഷം കടന്ന് അത് വീട്ടി, ഈ പറമ്പും ആ തൊടുക്ക് വിറ്റ് വീട്ടിയപ്പോഴാണ് ഇനി വേറൊരു 30 ഉണ്ടല്ലോ. സാമ്പത്തിക അച്ചടക്കം അല്ലെ, കുടുംബം മൊത്തം കുളം തോടനാണ്.
അതുകൊണ്ട് സഹോദരങ്ങൾ, സാമ്പത്തിക അച്ചടക്കം നമ്മൾ പാലിക്കണം. നമ്മൾ എപ്പോഴും നിങ്ങൾ ശീലിക്കേണ്ടത്, എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് 3 കള്ളിൻ്റെ ഉള്ളിലേക്ക് വരണം. 3 കള്ളിൻ്റെ ഉള്ളിലേക്ക് വരണം. 1 ആവശ്യം, 1 അത്യാവശ്യം, 2 ആവശ്യം, 3 അനാവശ്യം. അത്യാവശ്യമുള്ളത് നമ്മൾ ചെയ്യണം, അനാവശ്യമുള്ളത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത്യാവശ്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഈ 3 കള്ളി ചേർത്തിട്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ പാടില്ല. സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾ ഒരു പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ ഫൈനാൻസ് എടുക്കുകയാണ്, എന്നിട്ട് പുതിയ ഐഫോൺ വാങ്ങുക, എന്നിട്ട് കുറച്ച് അതിൻ്റെ പുതിയ കഴിയുമ്പോൾ വിൽക്കുക. ഒരു ലജ്ജയും ഒരു പേടിയില്ലാതെ പലിശയുമായും ലോണുമായിട്ടും കടം വാങ്ങുക, സാമ്പത്തിക ബാധ്യത. സഹോദരങ്ങൾ, ഇത് വളരെ ഗൗരവമുള്ളതാണ്. അള്ളാന്റെ റസൂല് മയ്യത്ത് നിസ്കരിക്കാതെ പോയ വിഷയമാണ്. ആലോചിച്ച് നോക്കി, വേറെ ആളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ വിഷയമാണ്. കടണ്ടായി മരിച്ചാൽ വലിയ പ്രയാസമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം, അത് സ്ത്രീകൾക്ക് പങ്കുണ്ട്. ഒരു പെര പൊളിച്ചു കണ്ടില്ലേ, അയലോകത്ത് പെര പൊളിച്ചു, ഓല അടുക്കള പൊളിച്ചു, ഓല അടുക്കള നന്നാക്കി അല്ലേ, ഓലെ 1 ഡോറുള്ള ഫ്രിഡ്ജ് വിറ്റ് 2 ഡോർ ഫ്രിഡ്ജ് വാങ്ങുമ്പോത്തിന് ഇവിടെ തിരക്കൂട്ടരുത് സഹോദരങ്ങളെ. ഇവിടെ താക്ക് വാങ്ങാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതെക്കണം. ഇവിടുത്തെ മാപ്പിളക്ക് അങ്ങനെ 2 ഡോറുള്ള ഫ്രിഡ്ജ് വാങ്ങാൻ കഴിയൂലെങ്കിൽ നമ്മൾ അപ്പുറത്ത് വാങ്ങി എന്ന് പറയരുത് സഹോദരങ്ങളെ. അദ്ദേഹത്തെ വിഷമിപ്പിക്കരുത് അല്ലേ. ആ സാധുവിന്റെ മനസ്സടങ്ങാറാവും. അതുകൊണ്ട് അതാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ. നോക്കി, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അല്ലേ, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, അബൂ സലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ദീർഘമായ യാത്ര കഴിഞ്ഞ് വരികയാണ് വീട്ടിലേക്ക് അല്ലേ. വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ അദ്ദേഹത്തിന് കുളിക്കാനുള്ള സമയത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് അവര് അന്ന് രാത്രി ലൈംഗികമായി ഭാര്യാഭർത്തൃ ബന്ധം നടന്ന് രാവിലെ എണീറ്റിട്ടാണ് എന്ത് പറയണത്, ഭാര്യ പറയണത്, നമ്മളെ മോൻ ഇന്നലെ രാത്രി മരിച്ചിട്ടുണ്ട്, മയ്യത്ത് അപ്പുറത്തെ റൂമിൽ വെച്ചിട്ടുണ്ട്. ഭർത്താവ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞില്ല എന്നാണ്. നേരം വെളുത്ത് സമാധാനമായിട്ടാ പറഞ്ഞത്. സഹോദരങ്ങളെ, അതാണ് വിശ്വാസം അല്ലേ, അതാണ് ഇസ്ലാം ധാർമ്മികമായി ഉയർത്തിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്ത്രീകൾക്കും സാമ്പത്തിക അച്ചടക്കത്തിൽ നല്ല പങ്കുണ്ട്. ഭർത്താവിൻ്റെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കടിഞ്ഞാനിടാൻ വലിയ ആഗ്രഹങ്ങൾ പറയാതിരിക്കുക എന്നതിൽ ഓരോ കുടുംബക്കാർക്കും ഓരോ കുടുംബിനികൾക്കും പ്രത്യേക റോളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ലഹരിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരാൾക്ക് ലഹരി ഉണ്ടായാൽ ആ കുടുംബം മൊത്തം കുളവും അല്ലേ. കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ലഹരി. കുറച്ചാണെങ്കിലും ഉപയോഗിക്കാനുള്ള അനുവാദം ഇസ്ലാമില്ലെന്നാ. ചില ആൾക്കാരെന്താ പറയാരോ, കുറച്ചല്ലേ, എപ്പോഴെങ്കിലും അല്ലേ, ഒരു ടൂറൊക്കെ പോകുമ്പോൾ ഒന്ന് അടിച്ചാൽ എന്താ പ്രശ്നം അല്ലേ. ഒരു ടൂർ പോകുമ്പോൾ ഇടക്കൊക്കെ ഒന്ന് അടിച്ചാൽ എന്താ പ്രശ്നം. ഒരാൾ പറയും, ഞാൻ കുറേ കാലമായിട്ട് ടൂർ പോകുമ്പോൾ അടിക്കലുണ്ട്, എനിക്ക് പ്രശ്നമില്ലല്ലോ. അതന്നെയാണ് അഡിക്ഷൻ തന്നെ. എല്ലാ ടൂറിനും മൂപ്പർക്ക് കിട്ടണം, അത് അഡിക്ഷനാണെന്ന് പോലും മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിൽ MDMകൾ, ഇതേപോലത്തെ ലഹരി വസ്തുക്കൾ, കഞ്ചാവ് അല്ലെ. കഴിഞ്ഞ ദിവസം ഒരു സർജറിക്ക് വന്ന ഒരു ഉമ്മ, ഈ ഭാഗത്ത് നിന്നൊക്കെ ഒന്ന് സ്ഥലം ഞാൻ പറയില്ല, ഈ ഭാഗത്ത് തന്നെ വന്ന് ആ അമ്മ പറയാൻ, മോന് സർജറിക്ക് വന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് ഞാൻ റൂമിലേക്ക് കയറുമ്പോൾ എന്താ പറയുക, ഒരു ചെറിയ മോണ്ട് ഇങ്ങനെ കമിഴ്ന്ന് നടക്കണം. 8ാം ക്ലാസ് പഠിക്കുന്ന ചെക്കൻ. സാധാരണ ഡോക്ടർമാർ റൂമിലേക്ക് ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിലും കൗന്നടക്കണോലൊക്കെ ഒന്ന് എണീറ്റിരിക്കെങ്കിലും ചെയ്യും. പണ്ടൊക്കെ എല്ലാവരും എണീറ്റ് നീന്നു, ഇപ്പൊ എണീറ്റിക്കണം നമ്മൾ പറയില്ല. ഒരുത്ത കമിഴ്ന്ന് ഉറങ്ങുന്നുണ്ട് ആ റൂമിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തമ്മ അപ്പം ഇങ്ങനെ കിടക്കണ ചോദിച്ചു. ആ സമയത്ത് ഇങ്ങനെ കൗന്നടക്കുക. അപ്പൊ പറഞ്ഞു, ഓന് കഞ്ചാവാണ്. ആലോചിച്ച് നോക്കി, ഉമ്മ പറയണേ. കാരണം അമ്മ നേരത്തെ ഈ സർജറി ചെയ്തെടുക്ക മകൻ കഞ്ചാവാന്ന് ഉമ്മ പറഞ്ഞേ. അപ്പൊ ഓനും കഞ്ചാവാണ്. 8ാം ക്ലാസ് പഠിച്ച ഓൻ കഞ്ചാവാണ്. നമ്മളെ നാട്ടിലാണിത്. എന്താ അറിയാതെ പോണു സഹോദരങ്ങളെ. ഇവിടെ കിക്ക്, ഓരോ പേരുകളിലും സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഓരോ സാധനങ്ങൾ. ഹാൾട്ട് ഉണ്ടോന്ന് ചോദിച്ചു പോലീസുകാർ പറയാണ്. കഞ്ചാവിൽ അറസ്റ്റിലായ ചെക്കൻ്റെ ഫോണിക്ക് വരുന്ന കോളാണ്. ഹാൾട്ട് ഉണ്ടോ പെൺകുട്ടി ചോദിക്കണ്. അതായത് ഓക്ക് സാധനം കൊടുത്ത് ഓൾ ഉപയോഗിച്ച് അന്ന് രാത്രി പെരീക്കുവാൻ പറ്റില്ല, ഓക്ക് ഹാൾട്ടാക്കാനുള്ള സ്റ്റേഷൻ കൂടി കിട്ടണമെന്നാണ്. ഹാൾട്ട് ഉണ്ടോന്നാ ചോദിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ബാംഗ്ലൂർക്കോ ഡൽഹിക്കോ മൈസൂർക്കോ ലണ്ടൻക്കോ എവിടേക്കുമാണ് വിട്ടോളി. പക്ഷേ അവിടെയാണ് ജീവിക്കുന്നത്, ആരപ്പോഴാണ് കൂട്ടുകൂടുന്നത്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണം, അറിയണം, ഇടപെടണം എന്ന് തന്നെയാണ് സഹോദരങ്ങളെ. കാരണം അതൊരു അമാനത്താണ്. അതുകൊണ്ട് ലഹരിക്ക് ഉള്ളൊരു ചാൻസ്. അതേപോലെ അശ്ലീലം, തോന്നിയാസം കാണുക. ഞാൻ നേരത്തെ പറഞ്ഞേ, ഇങ്ങനത്തെ തോന്നിയാസങ്ങൾ കാണുക എന്നുള്ളത് നോർമലൈസ് ചെയ്യപ്പെട്ടു. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്നാൽ അത് കാണുക എന്നുള്ളത് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരസ്യങ്ങളായിട്ടും പോപ്പപ്പുകളായിട്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മോശം വീഡിയോകൾ കണ്ടാൽ പിന്നെ അങ്ങനത്തെ തന്നെ വന്നുകൊണ്ടിരിക്കുക. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, അശ്ലീലം കാണുക തന്നെ തെറ്റാണ്. അശ്ലീല ബന്ധങ്ങൾ, വഴിവിട്ട ബന്ധങ്ങൾ അല്ലേ, വിവാഹേതര ബന്ധങ്ങൾ, അത് പാടില്ല, അത് തെറ്റാണ്. ഒരു ആണും പെണ്ണും ഒറ്റക്കാകരുത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാ. അത് ഫിസിക്കലി മാത്രല്ല, വാട്സപ്പിൽ ഒറ്റക്കാകാൻ പാടില്ല, ചാറ്റ് പാടില്ല, ഓൺലൈൻ കോള് പാടില്ല.
ഓഫ്ലൈനിൽ മാത്രമല്ല ഓൺലൈനിലും അന്യ സ്ത്രീയുമായി ചാറ്റ് ചെയ്യുന്ന ഒറ്റക്കാകുന്ന സന്ദർഭങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. കാരണം അവിടെ മൂന്നാമത് പിശാചാണ് വരിക, തോന്നിവാസങ്ങളാണ് പറയാ അല്ലേ. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്, വ്യഭിചാരത്തെ സമീപിക്കരുതെന്നാണ്. കാരണം ഏത് മുത്തക്കിയും വ്യഭിചരിക്കും, ഏത് മുത്തക്കിയും സമീപിച്ചാൽ വ്യഭിചരിക്കും. അങ്ങനെയാണ് മനുഷ്യ പ്രകൃതി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വലാ തഖറബുസ്സിന, ഈ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന എല്ലാ മാർഗങ്ങളെയും ഇത് ഇസ്ലാം നിഷിദ്ധമാക്കിയത് അതുകൊണ്ടാണ് അല്ലേ. അന്യ സ്ത്രീകൾ ടൂറിന് പോവുക, അങ്ങോട്ട് പോവുക, തോന്നിയാസം. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ ക്ലാസ് കഴിഞ്ഞ ഒരു ആൺകുട്ടി എന്നോട് വന്നിട്ട് വരാം, എന്താ സാറേ ഭയങ്കര പ്രശ്നമാണ്, നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ പെൺകുട്ടികളെ ഒന്ന് മടിയിലിരിക്കുന്നതാണ്, പെൺകുട്ടികൾ വന്ന് ആൺകുട്ടികളെ മടിയിലിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആൺകുട്ടികളെ മടിയിൽ തന്നെ ഇരിക്കാൻ നമുക്ക് ഇടങ്ങാറാണ്, അത് കണ്ടാൽ തന്നെ ഇടങ്ങാറാണ് നമുക്ക്. എന്നിട്ട് ആൺകുട്ടികളെ മടിയിൽ പെൺകുട്ടികളെ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സർജറി ചെയ്തിട്ട് ഒരു രോഗിനെ കിടത്തിയേക്കാണ്. അപ്പോൾ ഓനെ കാണാൻ ഓൻ്റെ ഫ്രണ്ട്സ് വന്നിക്കാണ്, എല്ലാവരും കൂടി വന്നിക്കാണ്, ആണും പെണ്ണൊക്കെ ഓനെ വിസിറ്റ് ചെയ്യാൻ വന്നിക്കാണ്. ഓൻ്റെ അമ്മ പറയാണ്, പടച്ചോനെ റബ്ബച്ച് ബെയ്ജട്ടോടെ നിൽക്കാന്, കാരണം പെൺകുട്ടികൾ വന്ന് ഓനെ ചാരി മുട്ടി നിൽക്കാണ് ഓൻ്റെ അമ്മാന്റെ മുമ്പിൽ നിന്ന്. അത് കണ്ട് നോർമലൈസ് ചെയ്യപ്പെടുന്നു, കുഴപ്പമില്ലാന്ന്. മറ്റേതൊന്നുമില്ലല്ലോ, മറ്റതില്ലാന്ന്. പാടില്ല സഹോദരങ്ങളെ, പാടില്ല. അന്യ സ്ത്രീയുമായിട്ട് ഇടപെടാൻ പരിധികളുണ്ട്, ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അത് വഴിവിട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സകല തോന്നിയാസങ്ങളും ഈ കുടുംബ സംവിധാനത്തിലേക്ക് കയറി വന്നത്. അതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ്. ഇത് നേരം പോൾക്കോളം പറഞ്ഞാലും തീരൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ആകുള്ളത്, നമ്മൾ മനസ്സിൽ മരണമുണ്ട്, മരണത്തിന് ശേഷം ജീവിതമുണ്ട്, അതിനൊരു ലക്ഷ്യമുണ്ട്, അവിടെ ചോദ്യമുണ്ട്, വിചാരണ ഉണ്ട്. അതുകൊണ്ട് ഈ ജീവിതം അള്ളാഹു റസൂലും കൽപ്പിച്ച പോലെ. എന്താണ് നിയമം ചോദിച്ചാൽ, പടച്ചോൻ എന്താണോ പറഞ്ഞത്, അള്ള എന്താണോ പഠിപ്പിച്ചത്, റസൂൽ എന്താണോ പറഞ്ഞത്, അതാണ് നിയമം, അതാണ് മഹല്ലിന്റെ നിയമം, അതാണ് അള്ളാഹുവിന്റെ നിയമം, അതാണ് മഹല്ലിന്റെ നിയമം. അതിന് നമ്മളൊരു കൂട്ടായ്മയായിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ, ഇത് ഒരാൾക്ക് ഈമാൻ കുറയുമ്പോൾ പരസ്പരം ഓർമ്മപ്പെടുത്താൻ അല്ലേ, ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല സൗകര്യങ്ങളുണ്ട്. കാരണം നമ്മൾ നല്ല ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും ഒരു എളുപ്പമുണ്ട്. അതിനു വേണ്ടിയാണ് ഈ സംവിധാനം. പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിൽ അടിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഓരോ കൂട്ടായ്മകളും നമ്മളെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനും നമ്മൾ അള്ളാഹുവിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാക്കാനും വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ കൂട്ടായ്മ. ആ ഒരു കൂട്ടായ്മ അങ്ങനെ തന്നെ കാണാനും മതം പഠിക്കുക. അള്ളാഹുവിനെ പറ്റി ചെറിയ റമദാൻ വലിയൊരു അവസരമാണ്. നിങ്ങൾ നബിയുടെ സീറ പഠിക്കണം, നബി ചരിത്രം വായിക്കണം, ദീന് പഠിക്കണം, ഖുർആൻ പഠിക്കണം. അതൊക്കെ സഹോദരങ്ങളെ, അതുകൊണ്ട് മാത്രമേ നാളെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതിനെപ്പറ്റി മാത്രമേ അള്ളാഹു നിങ്ങൾ സന്തോഷിച്ചോളി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ദുനിയാവിൻ്റെ ഏതെങ്കിലും വിഭവങ്ങൾ കിട്ടിയെന്നത് കൊണ്ടോ ഏതെങ്കിലും വിഭവം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടോ ദുഃഖിക്കാനും സുഖിക്കാനും സന്തോഷിക്കാനും അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചത് മുഴുവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ ഈ ഗൈഡൻസിനെ കുറിച്ചാണ്, അതിനെക്കുറിച്ചാണ്, ഈ ഖുർആനെ കുറിച്ചാണ് നിങ്ങൾ സന്തോഷിച്ചോളി എന്ന് പറഞ്ഞത്, ഈ സ്വർഗത്തെക്കുറിച്ചാണ് നിങ്ങൾ സന്തോഷിച്ചോളി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ ഒന്നിച്ച് ഒരു കുടുംബമായിട്ട് എല്ലാവർക്കും വേണം. ഉമ്മാക്ക് ഖുർആൻ ക്ലാസ്, മകന് ഫുട്ബോൾ ടൂർണമെൻ്റ് അല്ല സഹോദരങ്ങളെ, എല്ലാവർക്കും ഉള്ളതാണ് ദീന്. അങ്ങനെ നമ്മൾ ഒന്നായിട്ട് നമ്മൾ നാളെ സ്വർഗത്തിൽ പോകുന്ന, കുടുംബത്തോടെ സ്വർഗത്തിൽ പോകുന്ന, കുടുംബത്തെ നരകത്തിൽ നിന്ന് കാക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു ബോധം 24 മണിക്കൂർ ഉണ്ടായിട്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് പറയാൻ പറ്റിയെടുത്ത് പറയണം, തടയാൻ പറ്റിയെടുത്ത് തടയണം. സഹോദരൻ, നമ്മളെ മക്കളാണ് അവർ നാളെ നരകത്തിൽ പോകരുത്. നമ്മളെ ഭാര്യയാണ്, നമ്മളെ ഭർത്താവാണ്, നമ്മളെ മക്കളാണ്. ആ ഒരു ബോധം അവർ നരകത്തിൽ തീ സ്പർശിക്കരുത്. കാരണം ഇതൊക്കെ അവസാനിക്കും. അല്ലേ, ഒരു റിപ്പോർട്ട് വന്നാൽ മതി അല്ലേ. ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡുകൾ കൊണ്ട് ഒരാൾ തലറങ്ങി വീഴാണ്, സംസാരശേഷി നഷ്ടപ്പെടാം. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ പടച്ചോൻ തന്ന അനുഗ്രഹം ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സെന്ററിന്റെ മുമ്പിൽ പോയി നിന്നോളി. രാവിലെ പോയി നിന്നാൽ മതി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് പറ്റ വയസ്സായ മരിച്ചാൻ കിടക്കുന്ന ആൾക്കാർക്കാണ് സ്ട്രോക്ക് വരിക. ഇന്ന് 35-40 വയസ്സുള്ള ചെറുപ്പക്കാരാണ് സ്ട്രോക്ക് ആയിട്ട് വരുന്നത്. ഒരു കുടുംബത്തിന്റെ അത്താണിയായി അല്ലേ, ഒരു സെക്കൻഡ് കൊണ്ട് വലത് കൈ തളരുകയാണ്, ഇടത് കൈ തളരുകയാണ്, സംസാരശേഷി നഷ്ടപ്പെടുകയാണ്. നോക്കി, മലമൂത്ര വിസർജനത്തിന്റെ കൺട്രോൾ പോവുകയാണ്, പിടിച്ച് നടക്കുകയാണ്. ഭാര്യയുടെ കൈ പിടിച്ച്, ഭർത്താവിന്റെ കൈ പിടിച്ച്, അല്ലെങ്കിൽ ഉമ്മയുടെ കൈ പിടിച്ച്, നാട്ടുകാരുടെ സുഹൃത്തിന്റെ കൈ പിടിച്ച് മാസങ്ങളോളം റിഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വരികയാണ്. നേരെ പോലും നടക്കാൻ പറ്റുന്നില്ല സഹോദരങ്ങളെ. ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് മാറും. ഇതൊക്കെ പരീക്ഷണമാണ്. എല്ലാ അനുഗ്രഹങ്ങളും, നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന ശക്തമായ തിരിച്ചറിവിലൂടെ ആ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ജീവിതയാത്ര മുന്നോട്ട് പോയാലുണ്ടല്ലോ, അജബല്ലി
അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ് സഹോദരങ്ങളെ, അത്ഭുതമാണ്. അത് മുഅ്മിൻ അല്ലാതെ മറ്റാർക്കില്ല. അവനെ ബാധിക്കുന്ന ശാരീരികവും മാനസികവുമായ ചെറിയ ഒരു പ്രയാസത്തിന് പോലും അവന് പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് മരിക്കാൻ കിടക്കുകയാണ്, ചെരിഞ്ഞിങ്ങനെ ചുമരിക്ക് നോക്കി കരയാണ്. ചുമരിക്ക് നോക്കി ആരാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ്? സഹോദരങ്ങളെ, ഹദീസിന്റെ വിഷയത്തിൽ 5 അബ്ദുള്ളമാരെന്നറിയപ്പെടുന്ന ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. അതേ ഇങ്ങനെ കരയാണ്. മകൻ ചോദിക്കണേ, എന്താണ് വാപ്പാ നിങ്ങൾ ഇങ്ങനെ കരയണത്? നിങ്ങൾ സ്വർഗത്തിലല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യിച്ച ആളല്ലേ, നിങ്ങൾ ശാം പിടിച്ചടക്കിയ ആളല്ലേ, നിങ്ങൾ എന്തിനാണ് കരയണ വാപ്പാ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് എന്നൊരു മറുപടി ഉണ്ട്. സഹോദരങ്ങളെ, എൻ്റെ മോനെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 3 ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന്, ഞാൻ കാഫിറായ കാലഘട്ടം, അന്ന് ഞാൻ റസൂലിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അന്നെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ ഞാൻ കാഫിറാകുമായിരുന്നു. എന്നാൽ അതിനുശേഷം എനിക്കൊരു ഘട്ടം കടന്നു വന്നിട്ടുണ്ട്. അത് ഞാൻ റസൂലിൻ്റെ കൂടെ യുദ്ധം ചെയ്ത കാലമാണ്. അന്ന് എനിക്ക് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകുമായിരുന്നു. എന്നാൽ അതിനുശേഷം ഞാൻ വലിയൊരു കാലം അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്നറിയില്ല. അതിൻ്റെ പേടിയിലാണ് ഞാൻ എന്ന് പറയുന്ന ആ ഒരു ബോധം സഹോദരങ്ങളെ, അതാണ് 23 വർഷം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഉണ്ടാക്കിയത്. ആ മാറ്റമാണ് ഖുർആൻ ഇന്നും ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഖുർആനിൻ്റെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ആ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. വലിയ അവസരമാണ് റമദാൻ നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.